വരുവാൻ നമുക്കിടയാക്കുന്നല്ലോ. ഈ രണ്ടാമത്തെ ഞാൻ നിങ്ങളോടൊപ്പമുള്ള ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽക്കാലമാണല്ലോ. ഇന്നും ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും, പ്രത്യേകിച്ച് ഇന്ന് ലീഡ് ചെയ്ത കർത്താനദാസൻ റംസി പാസ്റ്ററിനുമുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ശിവ പാസ്റ്ററിനോടും ജിജി പാസ്റ്ററിനോടുമുള്ള എല്ലാ സഹോദരങ്ങളോടും മധുസാറിനോടും പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദിയും വന്ദനവും ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് ശരണപ്പെടുന്നു. ദൈവാത്മാവിൽ ഞാൻ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യവും മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ഒന്നുകൂടെ വായിച്ചാട്ടെ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, കണ്ടിന്യൂ ഇൻ പ്രയർ ആൻഡ് വാച്ച് ഇൻ ദ സെയിം വിത്ത് താങ്ക്സ് ഗിവിംഗ്. മത്തായി 17:21. അടുത്തത് എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നെവർദലെസ് ദിസ് കൈൻഡ് ഗോസ് നോട്ട് ഔട്ട് ബൈ പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. ഏകദേശം നിങ്ങൾക്കൊരു ധാരണയുണ്ടായി കാണും എന്താണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പൈശാചിക മണ്ഡലത്തിന്, പിശാചിന് ഒട്ടും ഇഷ്ടമല്ലാത്ത, അവൻ ഭയപ്പെടുന്ന 1, 2, 3 എന്ന് പറഞ്ഞ് ക്രമമിട്ട് നോക്കിയാൽ ഉള്ള ചില വിഷയങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. 1 പ്രാർത്ഥന, 2 ഉപവാസം. പിശാച് ഭയപ്പെടുന്നു, പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുന്ന, മറുഭാഗത്ത് ദൈവത്തിന് ഇഷ്ടമുള്ളതും ദൈവത്തിന് പ്രസാദമുള്ളതുമായ 2 ശുശ്രൂഷകൾ. 3-മത്തത് അതുപോലെ പിശാച് ഭയപ്പെടുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ, പിശാച് അകന്നു മാറുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് വിശുദ്ധിയെ കാക്കുന്നവരാണ്. ചുടറബലഹത്തുറ, വിശുദ്ധിയെ കാക്കുക. ഈ 3 കാര്യങ്ങൾ: പ്രാർത്ഥന, ഉപവാസം, വിശുദ്ധീകരണം, ഹോളിനെസ്. അത് വാക്കാലല്ല, ജീവിതത്തിൽ, പ്രവൃത്തിയിൽ, ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കുന്നവരെ പിശാചിന് ഭയങ്കര പേടിയാണ്. അവരെ വിട്ട് ഓടിപ്പോകും. ആമേൻ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നത്. 1 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രാധാന്യമാണ് ഇന്ന് പകൽക്കാലം അടുത്ത ചില നിമിഷങ്ങൾ നാം ചിന്തിക്കുന്നത്. എനിക്കറിയാം ഇത് നമ്മുടെ പ്രതിയോഗിക്ക് ഒട്ടും ഇഷ്ടമല്ല. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ്, പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഏകദേശം 4 കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ദൈവനാമത്തിൽ ഞാൻ ഇന്ന് പകൽക്കാലം ആശ്രയിക്കുന്നത്. 1, നമുക്കെല്ലാറ്റിനും മാതൃകയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, യേശുവിൻ്റെ പ്രാർത്ഥന മാതൃക, എക്സാമ്പിൾ ഓഫ് ജീസസ് പ്രയർ. അധിക സമയം ആ ഭാഗത്ത് നിൽക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 2, പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥനയ്ക്ക് നൽകിയ പ്രാധാന്യവും. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. താൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. തിരക്കിട്ട ശുശ്രൂഷയിലും താൻ സഭകൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രബോധിപ്പിക്കുന്നതായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ടും കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയുടെ ഉപദേശങ്ങൾ പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3, 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ
പ്രാർത്ഥന നിരതരായിരുന്നു. അത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാലാമത്, ഇന്നിൻ്റെ ആവശ്യകത, ടുഡേസ് അർജൻസി, ദാറ്റ് ഈസ് പ്രേയിങ് പീപ്പിൾ. ഇന്നിൻ്റെ ആവശ്യകത. ഈ 4 കാര്യങ്ങൾ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ 4-5 വർഷമായി പരിശുദ്ധാത്മാവ് എന്നെ ശക്തമായി ഹേമിക്കുന്നതും, ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു സെഷൻ എനിക്ക് കിട്ടിയാൽ അവിടെ ഞാൻ പ്രസംഗിക്കുന്ന വിഷയം പ്രാർത്ഥന തന്നെയാണ്. കാരണം പ്രാർത്ഥന സഭയ്ക്ക് ഇന്ന് വളരെ അത്യന്താപേക്ഷിതമാണ്. വിശ്വാസികൾ പ്രാർത്ഥന യോദ്ധാക്കളായി, പ്രയർ വാരിയേഴ്സായി, പ്രാർത്ഥന എന്ന പോർക്കളത്തിൽ, പ്രാർത്ഥനയൊരു ആത്മമണ്ഡലത്തിൽ, ഒരു ആത്മീയ ആയുധമായി എടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടേണ്ടതിൻ്റെ ആവശ്യകത വളരെ വർദ്ധിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ 21 ദിവസത്തെ ഉപവാസത്തിൽ ഈ സഭയ്ക്ക് അത്യാവശ്യമായതും നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം. ഞാൻ ഈ വിഷയം ഇന്നലെ രാത്രി ഇവിടെ പറയുകയും, ആമേൻ, ഇന്ന് വെളുപ്പിന് മുതൽ, ഇന്ന് രാത്രി മുതൽ ഇനി പ്രാർത്ഥന വിഷയം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പൈശാചിക മണ്ഡലങ്ങൾ ഇളകി തുടങ്ങി. അവന് മനസ്സിലായി, ആമേൻ, ഈ വിഷയം സംസാരിച്ച് ആരെങ്കിലും ഒരാളെങ്കിലും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ, ഇന്ന് വൈകുന്നേരം വരെയുള്ള 6 മണി വരെയുള്ള ശുശ്രൂഷയിൽ ഒരാൾ, ഇവിടുന്ന് ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും ഒരു പ്രാർത്ഥന പോരാളിയായി എഴുന്നേറ്റാൽ, ഗുജറാത്തിൽ നിന്ന് ഇവിടം വരെ ദൈവം എന്നെ കൊണ്ടുവന്നതിൻ്റെ ദൈവ ഉദ്ദേശം നിറവേറും. അല്ല, എൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ആഗ്രഹവും ഒരാളല്ല, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പ്രാർത്ഥനാ വീരന്മാരായി, പ്രാർത്ഥനാ വീരമതികളായി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്കറിയാം, ഫിസിക്കലായിട്ടും ഒക്കെ വളരെ പിശാച് ഈ വിഷയം അവതരിപ്പിച്ച് വിശ്വാസികളുടെ ഹൃദയത്തിൽ, ദൈവദാസന്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയ്ക്കായി ഒരുക്കിയെടുത്താൽ ഒത്തിരി പൈശാചിക മണ്ഡലങ്ങൾ തകരും, ഒത്തിരി വിടുതലുകൾ നമ്മുടെ അകത്ത് നടക്കും. ഇന്ന് ഈ 1 മണിക്ക് ഈ സെഷൻ കഴിയുമ്പോൾ അല്പം ബ്രേക്ക് കഴിഞ്ഞിട്ട് 3 മണിക്ക് നമ്മളിവിടെ വീണ്ടും ഒറ്റയ്ക്കായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 6 മണി വരെയുള്ള സമയങ്ങളിൽ, 3 തൊട്ട് 4 അത് കഴിഞ്ഞുള്ള സമയങ്ങളിലെല്ലാം ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അതുകൊണ്ട് മറ്റൊരു വേദഭാഗത്തേക്ക് പോകാതെ ദൈവാത്മാവ് എന്നെ ഈ വിഷയം തന്നെ പറയുവാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ രാത്രി ശുശ്രൂഷിച്ചതിൻ്റെ ബാക്കി ഭാഗം മത്തായി 8-ാം അധ്യായത്തിൽ നിന്ന് വൈകിട്ട് നമുക്ക് ചില വിടുതലിൻ്റെ ശുശ്രൂഷകൾ, ചില രോഗശാന്തിയുടെ ശുശ്രൂഷകൾ, ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തികൾ രാത്രിക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവം അതിൽ ഉപയോഗിക്കട്ടെ. പകൽ ഞാൻ അതായിരുന്നു പറയേണ്ടത്, പക്ഷേ ദൈവാത്മാവ് പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് ഹല്ലേലൂയ നിയോഗം തരികയാണ്. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയെക്കുറിച്ച് പ്രബോധിപ്പിച്ചിട്ട്, പ്രസംഗിച്ചിട്ട് ഞാൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ നമുക്ക് ആരംഭത്തിൽ വായിക്കാം. ഞാൻ കൂടുതലും പുതിയ നിയമത്തിൽ നിന്നാണ് ഇന്ന് പറയുന്നത്. പക്ഷേ പ്രാർത്ഥനയുടെ വിഷയം ഞാൻ കഴിഞ്ഞ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പ്രാർത്ഥനയുടെ സ്റ്റഡി ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. എന്നാൽ പഴയ നിയമത്തിൽ നിന്ന് 2-3 വാക്യങ്ങൾ വൈരഗ്യത്തിൽ ഒന്ന് ഓർപ്പിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഒരു ദൈവപുരുഷനെ കുറിച്ച്, ദൈവത്തിൻ്റെ ആത്മാവ്, ഒരു ദൈവത്തിൻ്റെ പ്രവാചകനായ, ഇസ്രായേലിൻ്റെ പ്രവാചകനായ ഒരു ദൈവമനുഷ്യനിലൂടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു ദൂത് നൽകി. ഇന്ന് പകൽക്കാലം നമുക്ക് ആരംഭത്തിൽ ഒന്ന് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. 22-ാം അധ്യായം 30-ാം വാക്യം ആര് വായിക്കും? ഒരു പുസ്തകത്തിലെ 22-ാം അധ്യായം, അത്ര ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. ഇനി എൻ്റെ റെഫറൻസ് പറഞ്ഞാട്ടെ. എഹസ്കേൽ 22:30. ആമേൻ. ഇതാണ് ഇന്നിൻ്റെ ആവശ്യം. ഞാൻ വായിച്ചാട്ടെ സർ. ഞാൻ ദേശത്തെ ദൈവം പറയുകയാണ്, ദൈവപുരുഷനിലൂടെ, പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദേശത്തിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. സ്ത്രീകൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്.
എല്ലാരെയും ചേർത്താണ്. ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഇംഗ്ലീഷില് ഐ സോട്ട് ഫോർ എ മാൻ എമംഗ് ദം. ഇന്ന് പകൽക്കാലം ശാന്തമായി ഞാൻ പറയട്ടെ, നമ്മുടെ ഇടയിൽ ഈ ചെറിയ കൂട്ടത്തിൽ, ഈ ദേശത്ത് നിന്ന്, ഈ കേരളത്തിൽ നിന്ന്, ഈ ട്രിവാൻഡ്രത്ത് നിന്ന് ദൈവം ഒരാളെ അന്വേഷിക്കുന്നു. യഹൂദ ജനത്തിൻ്റെ ഇടയിൽ ദൈവം ഒരാളെ അന്വേഷിക്കുക. അവിടെ പുരോഹിതന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ലേവ്യന്മാരുണ്ട്, ഒത്തിരി 12 ഗോത്രത്തിലെ എല്ലാ ജനങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു, ഞാൻ അവരുടെ ഇടയിൽ ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത ഇങ്ങനെ ആയിരിക്കണം: he should make up the heads and stand in the gap before me for the land. ദേശത്തിനു വേണ്ടി, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ, പ്രൈസ് ദി ലോർഡ്, ദൈവം പറയുക, എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിക്കും. ആമേൻ. that I should not destroy the land. ദൈവം പറയുകയാ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്. അവിടെ ഒരു ഗദ്ഗതമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ദുഃഖസ്വരമുണ്ട്. ബട്ട് ഐ ഫൗണ്ട് നൺ. ദൈവം പറയുന്നു, ഞാൻ ആരെയും കണ്ടില്ല താനും. ആ ശൂന്യത പുതിയ നിയമ ദൈവസഭയിലെ ഇന്നത്തെ ദൈവമക്കളായ നമ്മിലൂടെ ദൈവം പൂർത്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വലിയ ദൗത്യം, ദൈവത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം. ദൈവത്തിന് മുമ്പാകെ, ദേശത്തിനു വേണ്ടി ദൈവത്തിന് മുമ്പാകെ അവൈലബിളായി കൊടുക്കുന്ന, ലഭ്യമാക്കുന്ന ഒരാളെ ദൈവം അന്വേഷിക്കുന്നു. നിങ്ങൾ ആരും ഒന്ന് റെഡി ആയില്ലെങ്കിൽ ഐ ആം ഓൾറെഡി സബ്മിറ്റഡ് ഫോർ ദാറ്റ്. ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ശുശ്രൂഷ ഈ പരസ്യ മിനിസ്ട്രിയെക്കാളും ആമേൻ രഹസ്യമായിട്ട്. എൻ്റെ മൊബൈലിൽ നിങ്ങൾ ഇപ്പോൾ സൈലൻറ്റിൽ വെച്ചിരിക്കുകയാണ്. ആമേൻ നോക്കിയാൽ ഓരോ യാമങ്ങളുടെ ആരംഭത്തിലും കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ആമേൻ 5:50 ആവുമ്പോൾ എൻ്റെ മൊബൈൽ അലാറം അടിക്കും. എന്തിനാണെന്നറിയാമോ? ബൈ ചാൻസ് മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കണമെന്ന്. വൈകുന്നേരത്തെ 1-ാം യാമം തുടങ്ങുമ്പോൾ ദൈവം മുമ്പാകെ ആയിരിക്കാൻ, യാമങ്ങളുടെ ആരംഭത്തിൽ, വിലാപങ്ങളുടെ പുസ്തകം, യാമങ്ങളുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ. യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് 1-ാം യാമം തുടങ്ങുന്നത് എപ്പോഴാണ്? ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ്? വൈകിട്ട് 6 മണി ദിവസം ആരംഭിക്കുന്ന. അതുകൊണ്ട് അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ചോദിച്ചാൽ, ദാവീദ് ഞാനൊരു DD ഇന്ന് തരാമേ. ആ DD നമുക്ക് മനസ്സിലാക്കാം. ഒരു DD പഴയ നിയമത്തിൽ ഒരു DD, ഡേവിഡ് ആൻഡ് ഡാനിയേൽ. അവർ രണ്ടുപേരും പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് സങ്കീർത്തനം 55:17, Psalms 55:17, അവിടെ ദാവീദിന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയും? രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ എന്നല്ലേ എഴുതേണ്ടിയത്. ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെ? വൈകുന്നേരത്ത്, കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച്. അടുത്തത്, അവൻ എൻ്റെ എത്ര ശുഭാപ്തി വിശ്വാസമുള്ളവനായിരുന്നു ദാവീദ്. ദൈവ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായോണ്ട് പറയുകയാ, വൈകുന്നേരത്താണ് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ യാമം തുടങ്ങുന്നത്, ദിവസം തുടങ്ങുന്നത് വൈകുന്നേരത്താ. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസം കഴിയുമ്പോൾ, ഒരുപക്ഷെ ഉപവാസ സമയങ്ങൾക്ക് നമുക്ക് പറ്റിയില്ലെങ്കിലും, എവിടെയായിരുന്നാലും യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ്, യാമങ്ങളുടെ വിശേഷത പറയാൻ എനിക്ക് സമയമില്ല. യൂട്യൂബിലൊക്കെ അനേക ഭക്തന്മാർ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണും. നിങ്ങളത് വാച്ച് ചെയ്താൽ മതി. യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് വേറിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഈ ചെറിയ സഭയിൽ നിന്നും ദൈവം ചിലരെ ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയിൽ നിന്നും തയ്യാറാകുമോ? പ്രൈസ് ദി ലോർഡ്. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ. പ്രൈസ് ദി ലോർഡ്. 1-ാം യാമം തുടങ്ങുന്നത്
വൈകിട്ട് 6 മണി മുതൽ ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. എത്ര? 3. അപ്പോൾ ഒരു രാത്രി എത്ര യാമമുണ്ട്? 4 യാമം. ആമേൻ. ഒന്നാം യാമം, ഫസ്റ്റ് അവർ എന്ന് പറയുന്നത് 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം. ആ സമയത്ത് പ്രാർത്ഥന, നമുക്കൊക്കെ കൂട്ടായ്മയൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതവും അതിൻ്റെ ഇടയ്ക്ക് കണ്ടെത്തുവാനിടയായി തീരട്ടെ. അതിനായി വെമ്പൽ കൊള്ളുക, ഒരുങ്ങുക. പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് പ്രയർ. രണ്ടാമത്തെ യാമം തുടങ്ങുന്നത് 9 മണി മുതൽ 12 മണി വരെ. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച മിനിസ്ട്രിയുടെ ഒന്നാമത്തെ യാമത്തിൽ പ്രാർത്ഥനയുണ്ട്. എന്നോടൊപ്പമുള്ള ദൈവദാസന്മാർ ഞങ്ങളെല്ലാവരും 5 സംസ്ഥാനങ്ങളിലുള്ളവർ, മിക്കവാറുമുള്ളവരെല്ലാം വൈകുന്നേരത്ത് 6 മണിക്ക് എവിടെയായിരുന്നാലും സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും പ്രാർത്ഥനയ്ക്ക്. ഞാൻ ഉൾപ്പെടെ, ഞാനിവിടെ ആണെങ്കിൽ അവിടെ അവരത് ചെയ്തോളും. ആമേ. ഓൺലൈനായിട്ട് സൂം മീറ്റിങ്ങിൽ പ്രാർത്ഥനയിലിരിക്കുകയാണ്. ആമേ. 2 യാമമാകുമ്പോൾ ആ സമയത്തും പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. 9 മണിയാകുമ്പോൾ പ്രാർത്ഥന എവിടെയെങ്കിലും തുടങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ യാമം തുടങ്ങുന്നത് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണ്. മിഡ് നൈറ്റ് പ്രയർ. ആമേൻ. മൂന്നാം യാമം 12 മണി മുതൽ. പൈശാചിക മണ്ഡലം ഈ ഭൂമണ്ഡലത്തിൽ, ആകാശമണ്ഡലത്തിൽ താണ്ഡവ നൃത്തം ചെയ്യുന്ന അനേക മന്ത്രങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും സകലവിധ പൈശാചിക മണ്ഡലങ്ങളുടെ അവരുടേതായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലെത്തുന്ന സമയമാണ് മൂന്നാം യാമം തീരുന്ന സമയമെന്ന് പറയുന്നത്. 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം. ആരെഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. എത്ര പ്രാവശ്യം ദൈവം നമ്മളെ തട്ടി ഉണർത്തി. 4-ാം യാമം എന്ന് പറയുന്നത് ഗോഡ്സ് ടൈം എന്നാണ് പറയുന്നത്. 3-ാം യാമം പൈശാചികൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ സമയമാണെങ്കിൽ 4-ാം യാമം ദൈവത്തിൻ്റെ സമയം. അത് പ്രഭാതത്തിൽ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം. പ്രൈസ് ദി ലോർഡ്. ഈ 4-ാം യാമത്തിൻ്റെ പ്രത്യേകത പൈശാചിക മണ്ഡലങ്ങൾ കെട്ടടങ്ങുകയും ദൈവീക പ്രവൃത്തി വെളിപ്പെടാൻ ആരംഭം കുറിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഈ ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലായി ദൈവം ചില വിശുദ്ധന്മാരെ, ഭക്തമതികളെ, ചില ദൈവത്തിൻ്റെ പുരുഷന്മാരെ, ദൈവദാസിമാരെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തും. ദൈവാത്മാവ് തട്ടി ഉണർത്തി കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽപ്പിച്ച് ആദ്യകാല പിതാക്കന്മാരെ പോലെ 4-ാം യാമം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സമയം. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് പ്രത്യേക കൃപാവരങ്ങളും പ്രത്യേക ദൈവിക അനുഗ്രഹങ്ങളും ദൈവം പകർന്നുകൊണ്ട് ദൈവം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ തിരുഹൃദയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവം ഭൂമിയിൽ ചെയ്യുവാനിരിക്കുന്നത് ആ പകൽക്കാലം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ, ആ ആഴ്ചയിൽ, ആ ദിവസങ്ങളിൽ ദൈവം ഭൂലോകമെങ്ങും ആമേൻ ചെയ്യുവാനിരിക്കുന്ന ദൈവീക ഗൂഢ മാർമികമായ വിഷയങ്ങളെ ഈ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കും. അവർ പകൽ പരാജയപ്പെടത്തില്ല. അവരെ പരാജയപ്പെടുത്തുവാൻ പിശാചിന് പറ്റത്തില്ല. ദൂതന്മാരെ ഇറക്കി ഒരുപക്ഷെ അവർ മറന്നുപോയാലും അവർക്ക് നേരെ ആക്രമണങ്ങൾ കടന്നു വന്നാലും ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ആ ഭക്തരെ ദൈവം വിടുവിക്കും. അവർ വളരെ ജാഗരൂകരായിരിക്കും. അവർ ക്ഷമയുള്ളവരായിരിക്കും. അവർ വളരെ സസൂക്ഷ്മം കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നവരായിരിക്കും. ദൈവപ്രവൃത്തി ഭൂമിയിൽ ചെയ്യുവാൻ ദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത സൗഭാഗ്യം ദൈവം ഇപ്രകാരമുള്ള ഭക്തന്മാരിലൂടെ അധികമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ? 4-ാം യാമത്തിൽ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവത്തിൻ്റെ ജനം. ഞാൻ ഈ പകൽക്കാലം നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ഇത്രയും 2000-ലധികം കിലോമീറ്ററിൽ നിന്ന് എന്നെ ഇവിടെ ദൈവം കൊണ്ടുവരത്തില്ല. എനിക്ക് ഇളക്കപ്പെരുപ്പത്തിൻ്റെ ഒരു ശുശ്രൂഷ എന്ന് ചെയ്യുവാനല്ല ദൈവം നിയോഗം തന്നിരിക്കുന്നത്. ചില ദൈവത്തിൻ്റെ ആറ്റം ബോംബുകൾ, നരകത്തെ കൊള്ള ചെയ്യുന്ന, സ്വർഗത്തെ നിറയ്ക്കുന്ന ഭൂതപ്രേത പൈശാചിക ശക്തികൾ നിഴൽ കാണുമ്പോൾ
ഉടമല ഹത്തുരാജകൾ ശബ്ദം കേൾക്കുമ്പോൾ, ആമേ കാൽച്ചൂടുകൾ വെക്കുമ്പോൾ, പ്രാദേശികമായ ടെറിട്ടോറിയൽ ഫോഴ്സുകൾ വിട്ടുമാറുന്ന വിധത്തിൽ ആത്മാവിൽ ചലിക്കുന്ന അസ്ഥി താഴ്വരകളിൽ ആത്മാവിനാൽ എടുത്തുകൊണ്ടുപോയി ആത്മാവിൽ ചുറ്റി ചുറ്റി നടക്കുന്ന ആത്മപ്രവാഹമുള്ള ആത്മനിയോഗമുള്ള പ്രാർത്ഥനാ വീരന്മാർ, വിശുദ്ധന്മാർ, ഭക്തന്മാർ എഴുന്നേൽക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ഇതാരെയും കാണിക്കാനല്ല, ഇതൊരു പരസ്യ പ്രകടനമല്ല, ഇതൊരു പരസ്യ പ്രാർത്ഥനയല്ല, ഇത് നാമവും സ്ഥാനവും പദവിയും പ്രാപിക്കാനുള്ള ഒരു കാര്യപരിപാടിയല്ല. ഇത് ദൈവത്തിന്റെ ദുർഗങ്ങളിൽ, ദൈവത്തിന്റെ മറവിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന കുറുപ്രാവുകളെ തമ്പുരാൻ അഭിഷേകം ചെയ്യുന്ന, നിയോഗിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. പ്രിയന്റെ പൊന്നുമുഖം പ്രിയന്റെ മാറോട് ചാരിയിരിക്കുന്ന ഭക്തമതികളെ, 10,000 പേർകളിൽ അതിസുന്ദരനായവനോട് ചേർന്ന് ലോകത്തിൽ ഒരു പകരം വെക്കാൻ കഴിയാത്ത രക്തമൂറ്റി തന്ന ആ പ്രിയതമനോടുള്ള പ്രേമസല്ലാപത്തിന് അവനോടുള്ള അനുരാഗം, അവനോടുള്ള ഭക്തിയിൽ മണിക്കൂറുകൾ വേർതിരിക്കുന്ന, ആത്മസല്ലാപത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ തമ്പുരാൻ അന്വേഷിക്കുന്നു. അവരെ കൊണ്ടാണ് കർത്താവ് വരാൻ താമസിച്ചാൽ ഇനി ഇന്ത്യയെ ഇളക്കി മറിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളവരെ കൊണ്ടാണ് സഭകളിൽ, കേരളത്തിൽ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത്. സ്റ്റേജ് ഷോയൊക്കെ തീരാനുള്ള സമയമായി, ഓപ്പൺ പരിപാടിയൊക്കെ നിർത്താനുള്ള സമയമായി. ആവെ പിശാച് വിറയ്ക്കുന്ന വിശുദ്ധിയിൽ തെളിഞ്ഞു വരുന്നത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചന ധ്യാനത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മിൽ നിന്നൊക്കെ തട്ടിക്കളഞ്ഞു പിശാച്. മടങ്ങി വാ, 8 മണിക്കൂർ ഉറങ്ങിയാ പോരായോ? 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്താ പോരായോ? 16 കഴിഞ്ഞല്ലോ, വീണ്ടും ഒരു 8 ഉണ്ടല്ലോ. അതിൽ എത്ര തമ്പുരാന് കൊടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. മിനിമം ദശാംശമെങ്കിലും ദിവസം 3 മണിക്കൂർ പ്രാർത്ഥിക്കാത്തവൻ സ്റ്റേജിൽ നിൽക്കാൻ വ്യവസ്ഥയില്ല. അവൻ കളിക്കുകയാണ്, പ്രാർത്ഥിക്കാത്തവൻ പ്രകടനം നടത്തുകയാ. പ്രാർത്ഥിക്കുന്നവന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമുണ്ടല്ലോ, അത് മൺപേടകളെ പ്രസവിക്കുമാറാക്കും, വൃക്ഷങ്ങളുടെ തോലുരിക്കും, പട്ടണം ഇളകും. പ്രൈസ് ദി ലോർഡ്. ആ ദിവസങ്ങൾ വിശ്വാസ കണ്ണാൽ കണ്ടാട്ടെ. ദാവീദ് പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ 3 നേരത്തെ മരുന്ന് അങ്ങോട്ട് കുറിച്ച് തന്നാൽ ഒരു തെറ്റും കൂടാതെ, ഒരു വിഘ്നവും കൂടാതെ നമ്മളത് പാലിക്കത്തില്ലേ? ചെയ്യത്തില്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ആ ഡോക്ടർ പറയുന്നത് നമ്മൾ പാലിക്കുന്നെങ്കിൽ, ഈ നിയമസംഹിത, ഈ തിരുവചനത്തിൽ ഡോക്ടർമാരുടെ ഡോക്ടറായ, വൈദ്യന്മാരുടെ വൈദ്യനായ, ഈ 50, 40, 60, 70, 80 ഒക്കെ വർഷം ഈ ഭൂമണ്ഡലത്തിൽ ചരിക്കാൻ തമ്പുരാൻ കൃപ തന്ന്, ശ്വാസവും തന്ന്, ആരോഗ്യം തന്ന് നിർത്തിയിരിക്കുന്ന ഉടയവന് അവനോടൊപ്പം കൂട്ടായ്മ ആചരിപ്പാനുള്ള സമയം നിന്നിൽ നിന്ന് കൊതിക്കുകയാണ്. പിടിച്ചു വാങ്ങിക്കാൻ ദൈവം നിർബന്ധ ബുദ്ധിക്കാരനല്ല, ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വേറൊരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് 21:36 പിന്നെ നോക്കിയാൽ മതി. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചോദിക്കുന്ന ദിവസങ്ങളുണ്ട്.
ഒരു വാക്ക് പറഞ്ഞു വിടാം ആ ഭാഗത്തുനിന്ന്. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കണം കേട്ടോ, നിൽക്കേണ്ടി വരും. അന്ന് മുട്ടാടാതിരിക്കാൻ, അന്ന് ഓരോ ദിവസത്തെ എണ്ണി എണ്ണി ദൈവം രക്ഷിക്കപ്പെട്ട നാളു മുതൽ, വിശ്വാസിയായി ദൈവദാസീദാസന്മാർ തീർന്ന നാളു മുതൽ തമ്പുരാൻ ചോദിക്കും, പുസ്തകം തുറക്കും. ഞങ്ങൾ ഹിന്ദിയിൽ ഒരു പാട്ട് പാടാൻ ഞാൻ പറയാം. ഖുൽ ജായേംഗെ കിതാബേ, പുസ്തകം തുറക്കുന്ന ഒരു ദിവസം വരും. പുസ്തകം തുറക്കും. ഈ പുസ്തകമൊന്നുമല്ല, ഈ ഡയറി ഒന്നുമല്ല, ഇവിടുത്തെ ആരെങ്കിലും പ്രിന്റ് ചെയ്ത പുസ്തകമൊന്നുമല്ല, BSI ബൈബിൾ സൊസൈറ്റി പ്രിന്റ് ചെയ്തൊന്നുമല്ല. ആമേൻ. ജീവന്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം തുറക്കുന്ന ദിവസമുണ്ട്. ആ വെളിപ്പാട് പ്രാപിക്കുന്ന ദൈവജനം ദൈവഭക്തിയോടെ ജീവിതം നയിക്കും. ആരും തള്ളിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ആരും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. തനിയെ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നേരം ദാവീദ് എത്ര രാജാവാണ്. ഇവിടെ കേരളം മുഖ്യമന്ത്രി ഇപ്പോൾ അപ്പുറത്ത് വരുന്നുണ്ടല്ലേ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, അതൊരു ചെറിയ സംസ്ഥാനം. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, അമേരിക്ക ഭരിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, റഷ്യ ഭരിക്കുന്ന പുടിൻ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മളൊന്ന് കമ്പയർ നോക്കേ. ഒരു രാജ്യത്തിൻ്റെ രാജാവ് 5 വർഷവും 4 വർഷവും 10 വർഷമൊന്നും അല്ല, 40 വർഷം ഇസ്രയേലിനെ ഭരിച്ച ദാവീദ് രാജാവിന് മിക്കവാറും യുദ്ധങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. എന്താ തടസ്സം? ഭാര്യയോ ഭർത്താവോ മക്കളോ ജോലിയോ സഭയിലെ പ്രാർത്ഥനയോ? നീ ദൈവത്തോടു കൂടെ വേറിട്ടിരിക്കാൻ എന്താ തടസ്സം? ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരട്ടെ. അപ്പന്മാർ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരട്ടെ. നിർബന്ധിച്ച് തള്ളിക്കൊണ്ട് ചർച്ചിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അമ്മമാര് പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് തലമുറകൾ കണ്ടു വളരട്ടെ. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കായി ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കും. ഒരു തലമുറ പിശാചിന് അധീനപ്പെടാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനാ നിരതമായ ഒരു അന്തരീക്ഷം ഭവനത്തിൽ വെളിപ്പെടട്ടെ. മറ്റൊരാൾ, രണ്ടാമത്തെ ഡാനിയേല, നല്ല കൗമാരപ്രായത്തിൽ അടിമയാക്കി കൊണ്ടുപോയതാ. രാജകീയ ഭോജനമുണ്ട്, രാജകൊട്ടാരമാണ്, രാജപദവിയുണ്ട്, രാജകീയ ഭാഷയുണ്ട്, സകലത്തിലും ജ്ഞാനികളാ, കുലീനന്മാരാ, റോയൽ കുഞ്ഞുങ്ങളാ. പക്ഷേ എന്തും കഴിക്കാം, എന്തും കുടിക്കാം. പക്ഷേ ദാനിയേൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. മനസ്സിൽ പറഞ്ഞാൽ മാത്രം പോരാ, ആൾക്കോട് പറഞ്ഞു, എന്നെ കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യരുത്, എൻ്റെ പ്രാർത്ഥന സമയത്തെ ഡിസ്റ്റർബ് ചെയ്യരുത്. അവന് അടിമയാ. രാജാവ് ഇരിക്കടാന്ന് പറഞ്ഞാൽ ഇരിക്കണം, എഴുന്നേക്കടാന്ന് പറഞ്ഞാൽ എഴുന്നേക്കണം, പോടാന്ന് പറഞ്ഞാൽ പോണം. അങ്ങനെയുള്ള ഒരു ഗുലാമി, ഒരു അടിമ, സ്ലേവാണ്. പക്ഷേ ഷണ്ടാധിപനോട് പറഞ്ഞു, എൻ്റെ വിശുദ്ധിയെ കളങ്കം വരുത്തുന്ന ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാൽ നടക്കത്തില്ല. ഫേം ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനമുള്ളവരായിരിക്കണം ദൈവമക്കൾ. എന്തു വന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല, അവൻ്റെ ഭക്തിയിൽ നിന്ന് ഞാൻ മാറത്തില്ല. എത്ര തിരമാലകളും കൊടുങ്കാറ്റ് വരട്ടെ, പർവ്വതം ഇളകി കടലി വരട്ടെ, കടലിലെ വെള്ളം ഇളകി നിന്റെ ചാരത്ത് വരട്ടെ, നീ ഭയപ്പെടേണ്ട. വിശ്വാസ ചിറകുകളാൽ, പ്രത്യാശയുടെ ചിറകുകളാൽ നിനക്ക് പറന്നുയരാൻ കഴിയും. എന്തിനാ ഭാരപ്പെടുന്നത്? ഇവിടുത്തെ 80 വർഷം ടെൻഷൻ അനുഭവിച്ച് 90 വർഷം 100 വർഷം ടെൻഷൻ അനുഭവിച്ച് ജീവിപ്പാനല്ല. രാജാക്കന്മാരെ പോലെ, രാജകുമാരികളെ പോലെ, രാജകുമാരനെ പോലെ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി വളരെ ധൈര്യത്തോടെ ദേശത്ത് ജീവിപ്പാൻ, ദേശത്ത് പാർത്തു നന്മ അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തയ്യാറാകാം. പ്രൈസ് ദി ലോർഡ്. രേഖ എഴുതിയിരിക്കുന്നു. ദാനിയേൽ 6:10 വായിച്ചാട്ടെ. എനിക്കൊരു കാര്യം, ഒരു ഭാഗമാണ്, ഒരു ഫ്രേസാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു പക്ഷെ നിങ്ങൾ ഇത് ചിന്തിച്ചാൽ മനസ്സിലാകും.
ഒന്നുകൂടെ വായിച്ച നിർത്തി. എന്നാൽ രേഖ, ഞാൻ പറയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണേ. രേഖ എഴുതി എന്ന് അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തിരിച്ച് തുറന്ന് മതി. ഇവിടെയാണ് പോയിന്റ്. താൻ രേഖ എഴുതുമ്പോഴല്ല, പിശാച് കോഞ്ഞാണം കാണിക്കുമ്പോഴല്ല, കാലിന് വേദനയും തലയ്ക്ക് വേദനയും പിന്നെ വേറെ എന്തെങ്കിലും എക്സെട്രാ മക്കളുടെ ഒരു വിഷയം വരുമ്പോഴോ കുടുംബത്തിലോ ശുശ്രൂഷയിൽ ഒരു പ്രശ്നം വരുമ്പോഴല്ല ഉപവാസം ഇരിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. രേഖ ശത്രു എഴുതിക്കോട്ടെ, പ്രശ്നമില്ല. നിനക്ക് വിരോധമായ രേഖയൊക്കെ ദൈവം മാറ്റും. ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് വിരോധവും പ്രതികൂലമായ കയ്യെഴുത്തുകൾ ആരൊക്കെ എഴുതി ഒപ്പിട്ട് വെച്ചാലും ഏത് ഫയലിലിരുന്നാലും നിനക്കെതിരെയുള്ള രേഖകളെ ദൈവം എടുത്തു മാറ്റും, നിനക്കനുകൂലമാക്കി തീർക്കും. Because God is in favor of you. ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ശത്രു എഴുതി വെച്ച് അവൻ മുദ്ര ചെയ്ത് അവൻ നിനക്കെതിരെ തയ്യാറാക്കിയ പേപ്പറുകളും രേഖകളെയൊക്കെ തമ്പുരാൻ ഇന്നു പകൽക്കാലം എടുത്തു മാറ്റും. ദൈവത്തിന് രേഖ ആരെഴുതിയോ, ആര് ഡോക്യുമെന്റ് ഉണ്ടാക്കിയോ, ആര് നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ രേഖയുണ്ടാക്കി എന്നുള്ളതല്ല വിഷയം. ദാനിയേലേ, ദൈവത്തിന് വിഷയം നീ മുമ്പ് ചെയ്തു വരുന്നത് പോലെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. എഴുതാവുന്നവരെല്ലാം എഴുതി കൂട്ടട്ടെ, ചെയ്യാവുന്നതെല്ലാം മുതൽ മുടക്കി ചെയ്തു കൂട്ടട്ടെ. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഈ 13ാമത്തെ പകൽക്കാലം ദൈവാത്മാവിൽ I declare the promise. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ദൈവജനത്തിന് ഞാൻ പകരുകയാണ്. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല. ആരെവിടെ നിന്നെല്ലാം തലപൊക്കി വന്നാലും ഏക്കത്തില്ല കേട്ടോ. കാരണം നീ അത്യുന്നതന്റെ മറവില. രേഖ എഴുതി എന്നറിഞ്ഞപ്പോൾ ദാനിയേൽ അറിഞ്ഞു, തന്നെ സ്ഥാനത്തുനിന്ന് മാറ്റുവാനും തന്നെ ഇല്ലാതാക്കുവാനും തന്നെ കൊന്നുകളയുവാനും മാംസം ഭക്ഷിക്കുന്ന സിംഹങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുവാനും ഒക്കെ ഷഡ്യന്ത്ര പദ്ധതികളൊക്കെ ഇട്ടു. എല്ലാം ദാനിയേൽ അറിഞ്ഞു. പക്ഷെ ദാനിയേൽ വീട്ടിലോട്ട് വന്നിട്ട്, ഡ്യൂട്ടിയെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് താൻ പതുപോലെ മുമ്പേ, അപ്പൊ 21 ദിവസം ഉപവാസത്തിലല്ല ചെയ്യേണ്ടത്, നേരത്തെ തുടങ്ങണമായിരുന്നു. തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. നാളെ ഒരവസരം കിട്ടിയെന്ന് വിചാരിക്കത്തില്ല, ദൈവം തരുമെന്ന് വിചാരിക്കണ്ട. ഇന്നിൻ്റെ ദൂതാണ്, ഇന്നിൻ്റെ ദൂത്. ഇന്നു നാം അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരീബെ പോലെ, മസാനാളിനെ പോലെ ഹൃദയത്തെ കഠിനമാക്കരുതെന്ന് ദൈവാത്മാവിൽ ഞാൻ ഇടപെടുകയാ. ആമേൻ. ഇന്നൊരു ഓപ്പണിംഗ്, ഇന്നൊരു ഇന്നിങ്സ് തുടങ്ങുവാൻ, ഇന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകട്ടെ. യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന നിന്റെ കിടപ്പുമുറി അല്ല, നിന്റെ ഭവനം, നിന്റെ പ്രാർത്ഥനാ മുറി പ്രാർത്ഥനകളുടെ മുറികളായി മാറട്ടെ. ദാനിയേൽ മുമ്പേ ചെയ്തു വന്നതുപോലെ it was a habit. It was a habitual action. ദാവീദിന്റെ ഒരു ദൈനംദിന പ്രവൃത്തിയായിരുന്നു. ബ്രഷ് ചെയ്യുന്നത് പോലെ, കുളിക്കുന്നത് പോലെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ, പുതിയ ഡ്രസ് ഇടുന്നത് പോലെ ദാനിയേലിന്റെ ഒരു സ്വഭാവമായിരുന്നു, ദിവ്യ സ്വഭാവമായിരുന്നു. ആമേൻ. ദിവസം 3 നേരം പ്രാർത്ഥിക്കുക എന്നുള്ളത്. ക്രിസ്ത്യാനിയെ, വിശ്വാസിയെ, ദൈവദാസീദാസന്മാരെ, മടങ്ങി വരാം. ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാനിയേലും ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്തു പറ്റി? രേഖയൊക്കെ ഉണ്ടാക്കി എല്ലാം ക്രമീകരിച്ചു. പക്ഷേ സമയം വന്നപ്പോൾ ഇടേണ്ടതൊക്കെ ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തു. സിംഹക്കുഴിയിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നിന്നെ കുഴിയിലേക്ക് ഇറക്കാനേ അവർക്ക് പറ്റത്തുള്ളൂ. അവർക്ക് കുഴിയിൽ ഇറങ്ങാൻ പറ്റില്ല. അവരിറങ്ങിയ ഈ സിംഹം അവരെ കടിച്ചു കീറി തിന്നും. പ്രാർത്ഥിക്കുന്നവനെ തൊടത്തില്ല.
വ്യക്തിപരമായി പ്രാർത്ഥനാ ജീവിതമുള്ളവന്റെ അടുത്ത് അഥവാ സിംഹം വന്നാൽ അവൻ നിന്റെ മിത്രമായിട്ട് മാറും. ശത്രു ആക്കുവാമെന്ന് വിചാരിക്കുന്നവനെ നിന്നോട് കൂട്ടിച്ചേർക്കും. അവർ പ്രാർത്ഥിക്കുന്നത് ദാനിയേലിനെ കാത്തിരിക്കുക. സിംഹങ്ങൾ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സന്തോഷം അവിടെ ഉണ്ടായി. ആ സിംഹത്തിന്റെ ഗുഹയിൽ ഒരുപക്ഷെ അന്ന് ദാനിയേൽ പ്രാർത്ഥിച്ചു കാണും. എന്തായാലും 12 മണിക്കൂർ ഉണ്ടായിരുന്നു, ഒരു രാത്രി ഉണ്ടായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രാർത്ഥിച്ച് വിശ്രമിച്ചു. സിംഹങ്ങൾ ഒരു കേടും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ഏതെല്ലാം ആയുധങ്ങൾ നിനക്കെതിരെ ഉണ്ടാക്കിയാലും ആത്മാവിൽ ഏറ്റെടുത്തോ, ഒരു ദോഷവും നിനക്ക് പറ്റത്തില്ല, ഒരു കേടും നിന്റെ ശരീരത്തിൽ പറ്റത്തില്ല. ആമേൻ. നിന്റെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും, ഒരു എല്ലിന് പോലും, ആമേൻ, ഒരു ഞരമ്പിന് പോലും, ആമേൻ, ശരീരത്തിലെ ഒരു അവയവത്തിന് പോലും കേടുവരുത്താതെ പകരം നിന്നെ മാനിക്കേണ്ടിടത്ത് ഉദാത്തമായി ഉന്നതമായി ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ജാതികളുടെ മധ്യത്തിൽ നിന്നെ മാനിച്ചിരിക്കും. ഇതാണ് ബൈബിൾ ചരിത്രം. ആമേൻ. ഇങ്ങനെ പഴയ നിയമത്തിലെ പറഞ്ഞു പോയ നെഹമ്യാവും ഒത്തിരി ആൾക്കാരുണ്ട്, അതൊക്കെ പറയാൻ സമയമില്ലല്ലോ. രൂത്തും എസ്തേറും ഒത്തിരി പേരുണ്ട്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ദൂത് തന്നിട്ടുണ്ടെങ്കിലേ അതോടെ പറഞ്ഞ് ഞാൻ പുതിയ നിയമത്തിലേക്ക് വരാം. പ്രാർത്ഥിക്കാൻ സമയം വേണമെന്ന് ഞാൻ പേടിക്കണ്ട. കടലിൽ മത്സ്യം ഒരുങ്ങുന്നുണ്ട്. മഹാമത്സ്യമേ, നേരെ ചൊവ്വ ഇരുന്നിട്ട് പ്രാർത്ഥിക്കും. ഉപവാസം 21 ഡേയ്സിൽ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് അയ്യോ വയ്യായേന്ന് പറയുന്ന അത് ICU ആവുമോ, കടലാവുമോ, ആകാശമധ്യ ആവുമോ, എവിടാന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനൊന്നും പറയാനല്ല ഞാൻ വന്നത്. ആമേൻ. അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ നിനക്ക് പറ്റാത്ത ഒരു സ്ഥലത്ത് നീ അയ്യം വിളിക്കേണ്ടി വരും. ആരാ? യോന. എങ്ങോട്ടാ വിട്ടത്? നിനവയിലേക്ക്. 1,20,000 ആത്മാക്കളുടെ ആമേൻ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കണ്ട ഒരുത്തൻ ടിക്കറ്റ് എടുത്ത് വേറെ വഴി തെക്കോട്ട് പോകാൻ പറയുമ്പോൾ അവൻ വടക്കോട്ട് പോകുന്നു. ദിശ വിട്ടു മാറുന്നവരെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ദിശയിലേക്ക് കൊണ്ടുവരട്ടെ, നേർവീതിയിലേക്ക് കൊണ്ടുവരട്ടെ. പേടിച്ചാ പോയത്. അവന്റെ പേടി എന്താ പറയുക? പ്രവാചകനാ, ദൈവപുരുഷനാ. പേടി എന്താ അറിയാമോ? നമുക്കറിയാമല്ലോ. ഞാൻ പോയി പ്രസംഗിക്കും, അവരെല്ലാം അങ്ങ് എൻ്റെ പ്രസംഗം ന്യായവിധിയല്ലേ പ്രസംഗിക്കുന്നത്. എന്താ സംഭവിക്കാൻ പോകുന്നത്? നിനവേ പട്ടണം ഉന്മൂലനാശം വരാൻ പോകുന്നു. അപ്പൊ എൻ്റെ പ്രസംഗം, എൻ്റെ പ്രസ്റ്റീജ്, എൻ്റെ കാര്യം, ഞാൻ പറഞ്ഞത് വൃഥാവായി പോകും. കൊള്ളാല്ലേ? നല്ല യുക്തിയല്ലയോ? ബുദ്ധിമാന്മാരെ ദൈവം കൂരിക്കിട്ട് പിടിക്കും, കൗശലക്കാരെ തന്റെ കൗശലത്തിൽ പിടിക്കും, തന്ത്രികളെയും മന്ത്രികളെയും ഒക്കെ തമ്പുരാൻ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോയി. അവസാനം പോയ വഴിയെല്ലാം കുഴപ്പം പിടിച്ചതായി. ഒരുത്ത നിമിത്തം കുടുംബം മുഴുവനും സങ്കടം, കപ്പൽ മുഴുവൻ സങ്കടം. മാനസാന്തരപ്പെടാത്ത പാപികളെല്ലാം പ്രാണഭയത്തിലായി. എല്ലാം നശിക്കാൻ പോവുക. കൊണപ്പെട്ട ഒരുത്തൻ നേരെ ചൊവ്വ വരാത്തത് കൊണ്ട്, ദൂതുള്ള ഒരുത്തൻ, ദൈവാത്മാവുള്ള ഒരുത്തൻ ദൈവം പറഞ്ഞ വഴിക്ക് പോകാത്തത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ആടി ഉലയുകയാ. എവിടെയും വിടുന്നു. അവസാനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കടലിൽ കരയിരുന്ന് നേരെ ചൊവ്വേ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ കടലിൽ വലിച്ചെറിയും. അവിടെ നിന്നെ കൊല്ലത്തില്ല, അവിടെ നിന്നെ കരുതിയിട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ. അവിടെ കിടന്നുകൊണ്ട് യോന പ്രാർത്ഥിച്ച് അയ്യം വിളിച്ചു. അവിടം വരെ പോണോ? അത്തറ്റം വരെ പോണോ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലയോ? ഞാൻ ഏതാണ്ട് അദൃശ്യ ലോകത്ത് വന്ന ഏതാണ്ട് അദൃശ്യ ജീവിയായിരിക്കും, ഇല്ലയോ? ഇവിടെ ഉണ്ടോ എല്ലാവരും? നമ്മളെല്ലാവരും കൂടാ. ഞാൻ എന്നോട് ആദ്യം പ്രസംഗിക്കുന്നത്. നീ മാനസാന്തരപ്പെടും ഉദ്ദേശി, ഞാൻ മാനസാന്തരപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുമിച്ച് സന്തോഷിച്ചു പോകാം. കടലിൽ കിടന്ന് അയ്യം വിളിക്കുക, മത്സ്യത്തിന്റെ വയറ്റിൽ കിടത്തി നിന്നെ പ്രാർത്ഥിപ്പിക്കാതിരിക്കേണ്ടതിന് ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അസഹനീയമായ ദിവസങ്ങൾ വരുന്നതിന് മുമ്പേ ഇപ്പോഴേ തുടങ്ങിക്കോ. ദൈവം പറഞ്ഞ് അങ്ങ് അനുസരിച്ചോ. അപ്പൊ അവിടെയും കിടന്ന് പ്രാർത്ഥിച്ച ചരിത്രം ബൈബിളിലുണ്ട്. അതൊക്കെ ഞാൻ വിടുന്നു.
നമ്മുടെ വിഷയം ഇനി അടുത്ത സമയങ്ങൾ 3/4 മണിക്കൂർ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. കൊലോസ്യർ 4:2. കൊലോസ്യ സഭയ്ക്ക് പൗലോസ് കൊടുക്കുന്ന മെയിൻ ദൂത്, പൗലോസിന്റെ മിക്കവാറുമുള്ള എല്ലാ പ്രാർത്ഥനകളിലും ലേഖനങ്ങളിൽ പൗലോസ് ലേഖനം എഴുതുന്ന ആദ്യ പാരഗ്രാഫിലോ സെക്കൻഡ് പാരഗ്രാഫിലോ പ്രാർത്ഥനയുണ്ട്. ഞാൻ പൗലോസിന്റെ വിഷയം വരുമ്പോൾ 1-2 മാത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഏതിലാ ഉറ്റിരിക്കേണ്ടത്? എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം എങ്ങനെ ആയിരിക്കും, എൻ്റെ ജോലി എങ്ങനെ ആയിരിക്കും, ഈ ഉപവാസ പ്രാർത്ഥന എങ്ങനെ, വരുന്ന പാസ്റ്റർ എങ്ങനെ ആയിരിക്കും പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് എന്താണ് കഴിക്കാൻ ഉണ്ടാക്കേണ്ടത്, അതിനെ ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കാനല്ല, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ഈ പ്രാർത്ഥനയ്ക്ക് പുട്ടിനുകൂടെ തേങ്ങാപ്പീര പോലെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു കൂട്ടാളിയാണ് സ്തോത്രം. സ്തോത്രത്തിൽ ഏതിലാ ഉറ്റിരിക്കേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമുക്ക് 1-ാം ക്ലാസ്സിലോട്ടൊന്ന് പോവാം അല്ലേ? ആമേ. എവിടെ ആമേ ഉറ്റിരിക്കേണ്ട ഏതിലാ? ജാഗരിക്കേണ്ടത് ഏതിലാ? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ തയ്യാറാകുന്ന ഒരാൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ കരങ്ങൾ ഉയർത്തി ദൈവമുമ്പാകെ സറണ്ടർ ചെയ്യും? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ എന്ന് പകൽക്കാലം ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, സ്തോത്രത്തിൽ ജാഗരിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഇത് പൗലോസ് എവിടുന്നാ പഠിച്ചത്? യേശുവിൽ നിന്നാണ് പഠിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ യേശുവിലേക്ക് നമുക്ക് വരാം. ഞാൻ 4 യാമങ്ങൾ പറഞ്ഞല്ലോ. ഒരു ദിവസം യേശു ശിഷ്യന്മാരെ പടകിൽ കയറ്റിയിട്ട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞല്ലേ? ശരിയാണോ? യേശു നേരത്തെ അങ്ങ് പോയി. കാരണം പ്രാർത്ഥിക്കാനുള്ള സമയമായിരുന്നു. മലയിൽ പോയിരുന്ന് കർത്താവ് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാർ പടകിൽ കൂടെ തണ്ടുവലിച്ച് പടകിൽ ഗന്നസരി തടാകത്തിലൂടെ അക്കരയ്ക്ക് പോവുക. രാത്രിയായപ്പോൾ എന്തുണ്ടായി? ചുഴലിക്കാറ്റുണ്ടായി, കടലിളകി, ആകപ്പാട് പ്രാണഭയത്തിലായി, വളരെ പ്രതിസന്ധിയായി. അവർ കടന്ന ആവുന്ന മുക്കുവന്മാരാ, കടലും പടകും വള്ളവും ഒക്കെ അറിയാവുന്നവരാ, ഓളങ്ങളും തിരമാലകളും നന്നായി അറിയുന്നവരാ. പക്ഷേ രാത്രി മുഴുവനും പ്രാണഭയത്തിലായിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം 4-ാം യാമം തുടങ്ങിയപ്പോൾ എത്ര മണിക്കാ? അതങ്ങനെ നമ്മുടെ ഇന്ത്യൻ സമയമാണ് ചോദിച്ചേ. 3 മണി. 3-ാം യാമം കഴിഞ്ഞ് 4-ാം യാമം ആവുമ്പോൾ ഇവർ പടകിൽ പ്രാണഭയത്തിലും ഭയവിഹുലരായി ആദി പിടിച്ച് മരണം മുമ്പിലാണ്. ആമേൻ. ഇതെല്ലാം ആകപ്പാട് ഇളകി മറിയുന്ന അന്തരീക്ഷത്തിൽ ദൂരോട്ട് നോക്കിയപ്പോൾ ആകപ്പാട് ഇരുട്ടാ, ഭയങ്കര ഇരുട്ടാ, കടലും കൂടാണ്. ദൂരേന്നൊരു രൂപം കണ്ടു. ദൂരേന്ന് രൂപം കണ്ടു. രൂപം കണ്ടപ്പം പത്രോസ് അപ്പോസ്തലനായിരിക്കും, പത്രോസ് ശിഷ്യനായിരിക്കും. എല്ലാവരോടും ആണ്ട്രോ, നമ്മൾ ആകപ്പാടെ പ്രാണഭയത്തിലായി. ഭൂതം വരുന്നു. ആര് വരുന്നു? എന്താണ് ഇവർ 4-ാം യാമത്തിൽ ഭൂതം വരുന്നു പറയാൻ കാര്യം? ചുമ്മാ ഒന്നും പറഞ്ഞല്ല. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഈ 3-ാം യാമത്തിലെ പ്രേതഭൂതങ്ങളുടെ എല്ലാം താണ്ഡവ നൃത്തം കഴിഞ്ഞ് പിശാചുക്കളും ഭൂതങ്ങളും ഒക്കെ പിന്മാറി പോകുന്ന സമയമാ 3-ാം യാമം തീരുന്ന സമയം. അവർക്ക് അതറിയാം. 3-ാം യാമത്തിൽ അന്തരീക്ഷത്തിലും ഭൂമിയിലും ആകാശമണ്ഡലങ്ങളിലും പൈശാചിക ശക്തികൾ, ഭൂതപ്രേത ശക്തികൾ നടകൊള്ളുന്നതാണെന്ന് അവർക്കറിയാം. അങ്ങനെ ആയിരുന്നപ്പോഴാ, അന്ന് വാച്ചൊന്നും ഇല്ലല്ലോ, അവർ നോക്കുമ്പോണ്ടാ 4-ാം യാമത്തിൽ കർത്താവ് 3 യാമവും പ്രാർത്ഥിച്ചിട്ട് ഇവന്മാരെ രക്ഷിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം ശിഷ്യന്മാർ കൂടെ തിന്നും കൂടെ നടന്നും കൂടെ ശുശ്രൂഷിച്ചും പോന്ന ഇവന്മാർ കണ്ടിട്ട് പറയുക, ഭൂതം വരുന്നു. അവരത് ഭൂതമാണെന്ന് പറയാനുള്ള കാര്യം ഇത് തന്നെ. ഈ യാമത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. കർത്താവ് പിന്നെ നടന്നു വരിക. സംഭ്രമം പിടിച്ചു. കർത്താവ് അടുത്തോട്ട് നോക്കും, കുഞ്ഞുങ്ങളെ ഞാൻ ഭൂതമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് കണ്ണു തുറന്നൊന്ന് നോക്കി, ഒന്നുകൂടെ ഒന്ന് നോക്കി. നമ്മുടെ യേശുനാഥന. കർത്താവ് ഞാനും കൂടെ വരട്ടെ, ഇറങ്ങിക്കോ, നമുക്ക് ബാക്കി അറിയാമല്ലോ. ഈ 4-ാം യാമത്തിൽ പ്രൈസ് ദി ലോർഡ്.
കർത്താവ് എന്തെടുക്കുമായിരുന്നു? ഈ 3 യാമങ്ങളിലും പ്രാർത്ഥിക്കുകയായിരുന്നു. വൈകുന്നേരമായപ്പോഴാണ്, 6 മണി നേരമായപ്പോൾ, 6 മണിക്കാ, ആ 1-ാം യാമത്തിന് സമയത്താണ് ഇവരെ വിട്ടിട്ട് കർത്താവ് മലയിൽ പോയത് പ്രാർത്ഥിക്കുവാൻ. ആ യാമം കൂടെ കർത്താവ് പ്രാർത്ഥിച്ചേനെ ഇവന്മാർ തകർന്നു പോകുന്നു മനസ്സിലായതുകൊണ്ട് 4-ാം യാമത്തിൽ കർത്താവ് ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന കർത്താവിനായി 3 യാമങ്ങൾ നീ തണ്ടുവലിച്ച് വലഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു 4-ാം യാമം നിനക്കായി ശേഷിക്കുന്നു. ഈ 4-ാം യാമത്തിൽ ഇതാ യേശുനാഥൻ നിനക്കായി ഇറങ്ങി വരുന്നു. ഇനി യേശുവിൻ്റെ പ്രാർത്ഥന നോക്കാം. ഒന്നാമത് യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. മാർക്ക് 1:30. മതി അത് മതി. ആദ്യത്തെ വാക്യം 35 മാത്രം. ആൻഡ് ഇൻ ദ മോർണിംഗ് റൈസിംഗ് അപ്പ് എ ഗ്രേറ്റ് വൈൽ ബിഫോർ ഡേ. നേരം പുലരുന്നതിന് മുമ്പ്. വേറൊരു ട്രാൻസ്ലേഷനിൽ വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്നെസ്, ഇരുട്ട് ഉള്ളപ്പോൾ, അധികാലത്തെ ഇരുട്ടോടെ. ആ 4-ാം യാമമാണ്. ശിഷ്യന്മാരുടെ കൂടെ വിശ്രമിച്ച യേശു എഴുന്നേറ്റു. യേശുവിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രാർത്ഥന മാതൃകയാക്കാനും വേണ്ടി ദൈവാത്മാവിൽ ഞാനത് പകരുകയാണ്. അധികാലത്ത് ഇരുട്ടോടെ അവൻ. എത്ര പ്രാവശ്യം ദൈവം നമ്മളെ ഉണർത്തിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം തട്ടി ഉണർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കിടന്നുകൊണ്ടെങ്കിലും അങ്ങ് പ്രാർത്ഥിക്കുക. കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുമല്ല, ഒരു പക്ഷേ എണ്ണിക്കാനുള്ള ശാരീരിക ശേഷിയും ക്ഷമതയും ഇല്ലെങ്കിൽ കിടന്നങ്ങ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ അതൊന്നും ഒരു തടസ്സമല്ല. കർത്താവ് എഴുന്നേറ്റു, അപ്പം നമുക്ക് എഴുന്നേറ്റേ പറ്റൂ. എഴുന്നേൽക്കാൻ ത്രാണിയുള്ളവരെല്ലാം എഴുന്നേൽക്കണം. അധികാലത്ത് അവൻ എഴുന്നേറ്റു. പിന്നെ നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥന, ഞാൻ പറഞ്ഞില്ല, കുറേ വർഷങ്ങളായിട്ട് ഇപ്പം പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പ്രസംഗിച്ച് പോയാലും വളരെ രസകരമാണ്. നമ്മളെങ്ങനെയെന്നറിയാം, അധികാലത്ത് രാവിലെ എഴുന്നേക്കും, ദൈവം തട്ടി ഉണർത്തി, ദൂതൻ വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണർത്തും, ദൈവം ഉണർത്തും. അലാറമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മനസ്സോടെ പ്രാർത്ഥിച്ച് കിടന്നാൽ ദൈവം ഉണർത്തും. എത്ര പേർക്ക് അനുഭവമുണ്ട്? പ്രാർത്ഥിച്ച് കിടന്നേ ഞാൻ അനുഭവിക്കാൻ അറിയാം. ഈ നാളുകളിൽ 1 മണിക്ക് 1:30ക്കും കിടന്നാലും കർത്താവ് 3 മണിക്ക് ഉണർത്തണമെങ്കിൽ കർത്താവ് 2:30 ആകുമ്പോഴേ ഉണർത്തും. അന്നേരം എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? പകുതി ഉറക്കത്തില്ല, എഴുന്നേറ്റു, ക്ലോക്ക് നോക്കി 3 മണി ആവുന്നതേ ഉള്ളൂ. അധികാലത്ത് ഇരുട്ടോടെയാണ്. നമ്മളെന്ത് ചെയ്യുന്നറിയാമോ? എഴുന്നേറ്റു, പകുതി കള്ളു കുടിച്ചവനെ മത്തനെ പോലാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പ്രാർത്ഥിക്കണോ. ഇവിടുന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടും അവിടെ എണ്ണിക്കത്തൊന്നുമില്ല. അവിടുന്ന് തന്നെ മാത്തനിതാ മലക്കുന്നേ. നിന്നെ നോക്കി ദൈവം ദുഃഖിക്കുക, പരിശുദ്ധാത്മാവ് വേദനിക്കുക. സഭയ്ക്ക് വേണ്ടി, പട്ടണത്തിന് വേണ്ടി, രക്തബന്ധങ്ങൾക്ക് വേണ്ടി, കൂട്ടുസുഹൃത്തുക്കൾക്ക് വേണ്ടി, മരണത്തോട് മല്ലടിക്കുന്ന ചില ദുഃഖിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തമ്പുരാൻ നിന്നെ ഉണർത്തുമ്പം നീ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നിട്ട് സമയം. പിന്നെ ഇന്നലെ രാത്രി കേട്ടപ്പോൾ 1, 2, 3 പ്രാവശ്യമൊക്കെ ദൈവം ഉണർത്തിയിട്ട് പിന്നെ ഉണർത്തത്തില്ല. ആ ഉറക്കം പിന്നെ 6 മണിക്ക് എഴുന്നേക്കണമെന്ന് വിചാരിച്ചാൽ നീ 7:30, 8 മണിക്ക് എണ്ണിക്കത്തുള്ളൂ. ദൈവം പറയും, ഉറങ്ങിക്കോടാ മോനെ. അയ്യോ ഡ്യൂട്ടിക്ക് പോകണം, ആ കാര്യം ചോദിച്ചാൽ പിന്നെ വെപ്രാളമാണ്. അന്നത്തെ ദിവസം മൊത്തം വെപ്രാളമായിരിക്കും. ഹല്ലേലൂയ. അധികാലത്ത് ഇരുട്ടോടെ നീ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം പറയാനാണ് ഇത്രയും ഞാൻ മുന്നോട്ട് വന്നത്. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? ഹലോ, എഴുന്നേറ്റിട്ട് ഹി വെന്റ് ഔട്ട്. കിടക്കുന്ന കിടക്കയിൽ നിന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനൊരു പ്രാക്ടിക്കൽ സൈഡ് പറയുക. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് അവിടെ നിന്നൊന്ന് ആ സുതാര്യമായ സുന്ദരമായ മെത്തയിൽ നിന്ന്, ആ നല്ല കട്ടിൽ നിന്ന്, ആ നല്ല അനുഭവത്തിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? എഴുന്നേക്കണം. ഇത് 2000 ഞാനിത് ബൈബിൾ കോളേജിൽ 30 വർഷത്തിന് മുമ്പേ ദൈവം എന്നെ ഇങ്ങനെയുള്ള കാര്യം ഓർപ്പിച്ചതാണ്. ഞാൻ കർത്താവിന് വേലയും ചെയ്ത് രാവും പകലും ഉയഴയും ബലം ചെയ്ത് റിട്ടാന ഭോജനം കഴിച്ച് ആ ആത്മാക്കളെയൊക്കെ നേടിയെന്നുള്ള സംതൃപ്തിയിൽ വന്ന് കിടന്നുറങ്ങും. കർത്താവ് എത്ര പ്രാവശ്യം ഉണർത്തിയാലും നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും 5 മിനിറ്റ് പ്രാർത്ഥിച്ച് കിടക്കും. അപ്പം കർത്താവിനൊരു കാര്യം മനസ്സിലായി. ഭൂലോക വ്യാപകമായി കോവിഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. 2020 കോവിഡ് കൊണ്ട് മാർച്ച് മാസം
ഫെബ്രുവരി മാസമോ 15-ാം തീയതി മാർച്ച് മാസം മുതൽ ആ ചർച്ചുകളെല്ലാം അടച്ച ആ സമയമുണ്ടല്ലോ, തമ്പുരാൻ പറഞ്ഞു, ഇനി നിനക്കുറങ്ങാനുള്ള സമയമല്ല. ആമേൻ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ, എൻ്റെ മൊബൈൽ തരാം, എൻ്റെ വൈഫിനെ വിളിച്ച് ചോദിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് ചോദിക്കണം. കഴിഞ്ഞ 5 വർഷമായി നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരുമ്പോഴാണ് ഞാൻ കട്ടിലേ കിടന്നുറങ്ങുന്നത്. കഴിഞ്ഞ 4.5 വർഷമായി കട്ടിലേ ഞാൻ ഉറങ്ങാറില്ല. എൻ്റെ വീട്ടിൽ, എൻ്റെ പാഴ്സനേജിൽ ഉറങ്ങിയാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. എത്ര തണുപ്പായാലും പുതപ്പില്ല, കമ്പിളിയില്ല. ഞാൻ AC ട്രെയിനിൽ വന്നാൽ പോലും എല്ലാവരും പുതച്ച് കിടക്കുമ്പോഴും ഞാൻ പുതയ്ക്കത്തില്ല, ശീലമായിപ്പോയി. ഹല്ലേലൂയ. തറയിൽ ഒരു തലയണ മാത്രം. ചിലരൊക്കെ എൻ്റെ ചേട്ടത്തിയും എൻ്റെ ചേട്ടനും അനിയനും നാട്ടിൽ വരുമ്പോഴും, തേവലൊക്കെ കൊല്ലത്ത് വരുമ്പോഴും അവർ പറയും, അനിയ പാസ്റ്ററെ ഇങ്ങനെ കിടന്നാൽ കാലിനെല്ലാം വേദന എടുക്കും, അല്ലെങ്കിൽ ശരീരത്തിന് അസ്വസ്ഥ ഉണ്ടാകും. ഞാൻ പറഞ്ഞാ വീട്ടിലായാലും ആ പ്രാർത്ഥനാ സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ശരീരത്തിന് സുഖം കിട്ടാതിരിപ്പാൻ ഇച്ചിരി ഒന്ന് കഷ്ടം സഹിക്കും. ഞാൻ പഠിച്ചതിനകത്തു നിന്നാ. കർത്താവ് എഴുന്നേറ്റ് പുറപ്പെട്ടു, ആ കിടക്കയിൽ ഒന്ന് മാറി, പ്രൈസ് ദി ലോർഡ്, അല്പം ഒന്ന് മാറി. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കോട്ടെ, ഭാര്യ ഉറങ്ങിക്കോട്ടെ, ഭർത്താവ് ഉറങ്ങിക്കോട്ടെ, നിനക്ക് ആത്മഭാരം ദൈവം തന്നാ നീ ഒന്ന് മാറിയിരുന്നേ. ദേവദാസന് ഇപ്പോൾ ഇരിക്കുന്ന പോലെ താഴെ മുട്ടുമേൽ ഇരിക്കാൻ പറ്റുമെന്ന് അങ്ങോട്ട് പോയിരുന്നേ. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കാൻ വന്നതല്ല, എന്നെ ദൈവം പഠിപ്പിച്ചു. ഇനി കിടന്നുറങ്ങി ആസ്വദിക്കാനുള്ള കാലമല്ല. എനിക്ക് ലോകത്തിൻ്റെ ദൈവം അയക്കുന്നിടത്തെല്ലാം കർത്താവിന് വേണ്ടി പോകണം. ഞാൻ അതിനു വേണ്ടി ആരെ റെക്കമെൻഡേഷൻ ചെയ്യത്തില്ല. ഒരു കുഞ്ഞിനോടും എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറയത്തുമില്ല. ഞാൻ ബറോഡയിൽ എനിക്ക് കിട്ടിയ വീട്ടിൻ്റെ വാടക മുറിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ മാസവും കേരളത്തിലെ 14 ജില്ലയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ 4.5 വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുകൊണ്ട് എന്തുണ്ടായത് ഞാൻ പറയട്ടെ. കഴിഞ്ഞ മാസവും ഞാൻ 21-ാം തീയതി 22-ാം തീയതി ഇവിടുന്ന് വണ്ടി കയറി അങ്ങോട്ട് പോയത്. 20 ദിവസം ഇടുക്കിയിൽ ഞാൻ ഓരോ ജില്ലയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഇടിവിൽ നിന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവം എന്നെ കേരളത്തിലെ ഓരോ പട്ടണങ്ങളിൽ നിന്നും, ഓരോ ഗ്രാമപ്രദേശത്തു നിന്നും, ഓരോ ജില്ലയിൽ നിന്നും ശുശ്രൂഷിക്കുവാനായി ക്ഷണിക്കാൻ തുടങ്ങി. കഴിഞ്ഞ മാസം ഇടുക്കി പോയിട്ട് വന്നേ ഉള്ളൂ. ഒരു അമ്മച്ചി, ഒരു ടീച്ചർ, റിട്ടയർഡ് ടീച്ചറാണ്, 88 90 വയസ്സുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 3 ദിവസം ഉപവാസത്തിലെ അമ്മച്ചി ഫ്രണ്ടിൽ മുന്നിൽ വന്ന് 3 ദിവസവും ഫുൾ ഉപവാസമായി ആലയം വിട്ടു പോകാതിരുന്ന ടീച്ചർ അമ്മിണി അമ്മച്ചി. ഇന്ന് രാവിലെ എന്നെ വിളിച്ചു, ഇന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൂതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അമ്മച്ചി ചോദിക്കുക, പാസ്റ്റർ ഇനി എപ്പോഴാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പം നാട്ടിലുണ്ട്. ഇവിടെ വന്നിട്ട് പോകണം. ഞാൻ പറഞ്ഞു, സമയത്ത് ഇപ്രാവശ്യം 2 മാസം കഴിയട്ടെ. ഹല്ലേലൂയ. നമുക്കും ഉണ്ടല്ലോ ഒരു എന്ന് പറഞ്ഞാൽ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും വളരെ ഒരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, ഒന്നുമില്ലാതെ സമർപ്പിച്ചുകൊണ്ട് പറയട്ടെ, പ്രാർത്ഥിക്കുന്നവൻ കാലെടുത്ത് വെക്കുന്ന സ്ഥലങ്ങൾ, പേരും പ്രശസ്തിയും, റൈറ്റ് റവറൻഡ് സോ ആൻഡ് സോ, വലിയ പ്രസ്റ്റീജും, വലിയ എന്തുവാ പറയുന്നത്, ഈ ഫ്ലെക്സോ, ഈ ബാനറും അതും ഇതും ഫോട്ടോ ഒന്നും വരണ്ടെന്നേ, ഓരോ യൂട്യൂബിലും വരണ്ടെന്നേ. തമ്പുരാന്റെ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ നിന്റെ പ്രാർത്ഥന കണ്ടാൽ അവൻ എത്തിക്കേണ്ടടുത്ത് നിന്നെ എത്തിക്കും. ഞാൻ വിശ്വാസ കണ്ണൽ കാണുന്നു. എനിക്കായി തുറക്കപ്പെടുന്ന പട്ടണങ്ങൾ, എനിക്കായി തുറക്കപ്പെടുന്ന ഗ്രാമങ്ങൾ, എനിക്കായി തുറക്കപ്പെടുന്ന, ഹല്ലേലൂയ. ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സഹോദരിമാരെ, ഒരു ക്ഷമാപണത്തോടെ നിങ്ങളെ ബഹുമാനിച്ചും സ്നേഹിച്ചും പറയട്ടെ, 6 മണിക്ക് പ്രാർത്ഥിക്കും, 9 മണിക്ക് ക്ലാസ്സിന് മുമ്പ് പ്രാർത്ഥിക്കും, ഓൺലൈൻ ക്ലാസ്സിന് മുമ്പ്. അത് കഴിയുമ്പോൾ ഞാൻ 12 മണിയാകുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഇങ്ങോട്ടുള്ള യാത്രയിൽ ഇടയ്ക്ക് ഇച്ചിരി ഒരു തടസ്സങ്ങൾ വന്നു, എന്നാലും അല്പനേരം പ്രാർത്ഥിച്ചിട്ട് കിടക്കത്തുള്ളൂ. 12 മണിക്കത്തുള്ള മിഡ് നൈറ്റ് പ്രയറിൽ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഒരു സംഭവം ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് 12:30 1 മണിക്കോ കിടക്കുമ്പോൾ, കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ വാടകയ്ക്കെടുത്ത് പാർക്കുന്ന ബറോഡയിലെ എൻ്റെ വീട്ടിൽ, ഹല്ലേലൂയ, എൻ്റെ ബെഡ്റൂമിൽ ഒരു സാധുവായ ഒരു ദൈവദാസിയുണ്ട്. 12 മണി മുതൽ ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുമ്പേ എഴുന്നേൽക്കും. വൃദ്ധയായ ഒരു അമ്മയെ നോക്കി, സകല ജോലിയും ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കി, പകൽ മുഴുവനും അധ്വാനിച്ചിട്ട് രാത്രി 12 മണി കഴിയുമ്പോൾ മുട്ടുമേലിരിക്കുന്ന ഒരു ദൈവദാസിയെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. രാവിലെ 4:50 അലാറം അടിച്ചു കഴിയുമ്പോൾ, അലാറം അടിച്ചാലും ഇല്ലെങ്കിലും എന്നെ ഉണർത്തിയിട്ടേ ദേവദാസി 5 മണിക്ക് ഉറങ്ങാൻ കിടക്കത്തുള്ളൂ.
അതുവരെ എനിക്കിപ്പോഴും മനസ്സിലായി ഇത്രയും മണിക്കൂർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇരിക്കും 1 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് കിടക്കും, പിന്നെ 1 മണിക്കൂർ, അങ്ങനെയൊക്കെയാ. ഇത് 12:30 മുതൽ 5 മണി വരെ ഒരേ ഇരിപ്പിൽ. ആമേൻ. ദൈവസനിൽ മുറിക്കകത്ത് ലോകം കാണുന്നില്ല. വലിയ ഡിഗ്രി ഒന്നുമില്ല, വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ പ്രസംഗമൊന്നുമല്ല. ആമേൻ. ലോകത്തിൽ അറിയപ്പെടുന്ന ആരുമല്ല, ആരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദൈവദാസി ആ മുറിക്കകത്തിരുന്നു കൊണ്ട് ആമേ രാത്രി യാമങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ അതിൻ്റെ എക്കോസ് ഉണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകൾ ഇങ്ങോട്ട് വരുമ്പോൾ ശുശ്രൂഷകൾ നടത്തുന്ന ദൈവദാസിയ ഞാൻ. ഇല്ലെങ്കിൽ ആൾക്കാർ, വിശ്വാസികൾ പറഞ്ഞ പാസ് ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ ക്യാൻറ്റീനിൽ നല്ല പാസിനേക്കാൾ നല്ല മെസ്സേജ് കേൾക്കാമല്ലോ. വചനം പറയാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തിൽ വെളിപ്പെടുന്നത് ജനം അനുഭവിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവൾ എഴുന്നേറ്റാൽ, പ്രാർത്ഥിക്കുന്ന മറിയ എഴുന്നേറ്റാൽ, സഹോദരിമാരെ നിങ്ങളുടെ ഭാഗത്തുനിന്നോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന കരയുന്ന മറിയ ബെഥാന്യയിൽ ഉണ്ടെങ്കിൽ അവൾ എഴുന്നേറ്റാൽ യഹൂദന്മാരും എഴുന്നേൽക്കും. അവൾ കരഞ്ഞാൽ യേശുവും കരയും. അവൾ ചുവടുകൾ വെച്ചാൽ യേശുവും കാൽച്ചുവടുകൾ വെക്കും. അടയ്ക്കപ്പെട്ട കല്ലറയായാലും മറിയയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ, മറിയയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ യേശു വന്നു പ്രവർത്തിക്കും. എവിടെ? PMGയിലെ മറിയമാർ, എവിടെ? PMGയിലെ ഹന്നമാർ. എന്തിനാ? ഈ തലമുറയിലെ ശമൂവേൽ ബാലന്മാർ ജനിക്കുവാൻ, പ്രവചിക്കുവാൻ. ദാൻ മുതൽ ബേർശേബ വരെ നിന്റെ തലമുറകൾ ഭൂമിയിൽ കോടികൾ സമ്പാദിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനായി, ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ശബ്ദമായി നിന്റെ തലമുറ നിൽക്കേണ്ടതിന് എത്ര അമ്മമാർ കരയും. ലോകത്തിന്റെ പേരിനും പ്രശസ്തിക്കും പണത്തിനും പ്രതാപത്തിനും സമ്പാദനത്തിനും നീ ഓടുമ്പോൾ ഞാൻ ദാവീദിനോട് ചേർന്ന് നിൽക്കട്ടെ. നന്മയും കരുണയും നിന്റെ യഹോവന്റെ ഇടയനാകുന്നു പറയുന്ന, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് പറയുന്നവന്റെ that will follow you. അത് നിന്നെ അനുഗമിക്കുന്നതിനൊക്കെ ഏത് നന്മ വേണമെന്ന്, നിന്റെ തലമുറയ്ക്ക് ഏത് നന്മ വേണമെന്ന്, നിന്റെ കുടുംബത്തിന് ഏത് നന്മ വേണമെന്ന് ദൈവം അറിയുന്നു. ആ നന്മയും കരുണയും നിന്നെ പിന്തുടരും. നീ ലോകത്തെ പിന്തുടരരുത്, നീ ലോകത്തിലുള്ളതിനെ പിന്തുടരരുത്. ഫാഷൻ ഷോ കാണിക്കുന്നത് നിർത്തി, സ്റ്റൈല് കാണിക്കുന്നത് നിർത്തി, ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴുന്ന ദൈവത്തിന്റെ സ്ട്രോങ് വെപ്പൺസ് ആയി മാറട്ടെ. എന്നെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കിയത് 6 വർഷത്തെ തിയോളജിക്കല് സറാംപൂറിന്റെ ഡിഗ്രികളല്ല, ലക്ഷോപലക്ഷം വിലയുള്ള പുസ്തകങ്ങൾ എൻ്റെ പക്കലുണ്ട്, കമന്ററിയും ഡിക്ഷണറിയും ഒക്കെ ഉണ്ട്. അതൊന്നുമല്ല. ഒന്ന് ദൈവത്തിൻ്റെ നിയോഗം, ദൈവത്തിൻ്റെ സ്നേഹം. 2 ഞാൻ പഠിച്ചത് ഒരു ബൈബിൾ കോളേജിലും പോയി പഠിക്കാത്ത, ഇപ്പം ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്നുണ്ട്, സാധുവായ എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥന പഠിച്ചത്. എൻ്റെ കൂടാരത്തിലുള്ള എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നോടൊപ്പം ദൈവം ചേർത്ത ഈ ദൈവദാസിക്ക് ഇത്രയും മണിക്കൂർ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ തലയിലോട്ട് കൈയിടുന്ന മൂർക്ക് മടയാ പോഷനെ നിനക്കെന്തുകൊണ്ട് കഴിയത്തില്ല? ഈ പ്രസംഗിക്കും കുറേ അല്ലേ? എന്നോട് ചോദിക്കുക, ഞാൻ തന്നെ ചോദിക്കുക, ഇരിക്കടാ താഴെ, നെടുമ്പാട് വീഴ്, അയ്യം വിളിക്ക്, കണ്ണുനീര് പറ്റിപ്പോകരുത്. സ്ത്രീകൾക്ക് മാത്രമുള്ള, ഞാൻ ഈ സൈഡിലോട്ട് വരട്ടെ, സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല കണ്ണുനീര്. കരയുന്നതുകൊണ്ട് നമ്മുടെ പുരുഷത്വമൊന്നും പോകത്തില്ല. ദൈവവചനത്തിന് മുമ്പാകെ കരയണം. ദൈവത്തിൻ്റെ ഇടിവെട്ടുന്ന പോലുള്ള ദൂതിന് മുമ്പാകെ നീ കരയണം. ദൈവം ദേശത്ത് ചെയ്യാൻ പോകുന്ന ഭയങ്കര കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ട് ഇരമ്യാവിനെ പോലെ, യെശയ്യാവിനെ പോലെ വിലപിക്കാൻ തയ്യാറാകുന്ന പുരുഷന്മാരെ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വാസത്താൽ പറഞ്ഞു തോന്നുന്നു, ഭാരിച്ച വാടക എൻ്റെ വീടിന്, വാടക വീടിന്, ആലയത്തിനും എല്ലാം
നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. ഒരു പരാതിയുമില്ല, ആരുടെ മുമ്പിൽ കൈ നീട്ടത്തില്ല, ഒരാളിൽ നിന്നും കടം മേടിക്കത്തില്ല. ഇന്നയോളം നടത്തിയ ദൈവം നടത്തുന്ന ഉറപ്പുണ്ട്. പക്ഷെ ഇപ്പം മറ്റൊരു വലിയ ടാർഗറ്റ്, മാസങ്ങളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം മുമ്പിൽ വന്നു. കർത്താവേ, എനിക്കൊരു പ്രയർ ടവർ തരണേ, ബറോഡ പട്ടണത്തിലൊരു പ്രാർത്ഥന ഭവനം തരണം, പ്രാർത്ഥിക്കാൻ മാത്രം. ഇത് ചെറിയ ബാഗിൽ ഒരു വലിയ ബാഗൊക്കെ എടുത്ത് നോട്ട്ബുക്കും പാട്ടുപുസ്തകവും പിന്നെ 2 ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത്, വെള്ളം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ കിട്ടും, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി അകത്തുനിന്നും നമ്മുടെ കൊറിയയിലെ യോങ്കിച്ചോയെ പോലെ പുറത്തുനിന്ന് പൂട്ടിയിട്ട് അകത്തിരിക്കുന്ന സ്വഭാവം. ആമേൻ. കർത്താവേ, അങ്ങനെ ഒരു പ്രയർ ടവർ എനിക്ക് തരണമേ. മണിക്കൂറുകൾ ഞാൻ ടാർഗറ്റ് വെക്കുന്ന 7-8 മണിക്കൂർ ദൈവം ഭാഗം ഒറ്റയ്ക്ക് ഇരിക്കണം. പുറത്തെ ശുശ്രൂഷയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തോളൂന്നേ, എനിക്ക് എൻ്റെ പ്രിയനോട് കൂടെ ഇരിക്കണം. ആ ഒരു ലക്ഷ്യത്തിൽ ഞാനിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവേ, ഒരു വീടിൻ്റെയും ഒരു ചർച്ചിൻ്റെയും വാടക കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്നാലും പ്രാർത്ഥിച്ചു കർത്താവേ, എനിക്കൊരു പ്രയർ ടവർ തരണേ എന്ന്. കഴിഞ്ഞ ഡിസംബർ ജനുവരി ഞങ്ങളെ 6 വർഷം പാർത്ത വീട്ടിൽ നിന്ന് വീട്ടുകാരൻ നിർബന്ധിച്ച്, ഒരു ദയം കാണിക്കാതെ, മെത്തഡിസ്റ്റുകാരനായ അങ്കിള് വളരെ, ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കി അങ്ങേർക്കും കൊടുക്കും, ഞാൻ നാട്ടിൽ നിന്ന് അലുവ കൊണ്ടുപോയാൽ അങ്ങേർക്കും കൊടുക്കും, വളരെ സ്നേഹമുള്ള അങ്കിള്, ഹല്ലേലൂയ. പക്ഷെ ദയയില്ലാതെ 6 വർഷമായപ്പോൾ ഞങ്ങളെ അവിടുന്ന് നിർദ്ദയം കാലിയാക്കാൻ പറഞ്ഞു. ദൈവദാസനറിയാം, ജനുവരി മാസങ്ങൾ ഞങ്ങൾ അനുഭവിച്ച്, ഞാനും എൻ്റെ മകനും ദൈവദാസി അനുഭവിച്ച്, എവിടെ പോകും, വീട് കിട്ടുന്നില്ല, പ്രാർത്ഥിക്കുന്നവർക്ക് വീട് കൊടുക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞ, കേരളത്തിൽ നിങ്ങൾക്ക് എത്രയോ സൗകര്യം കിട്ടി, ആ സൗകര്യം ദുർവിനിയോഗം ചെയ്ത തമ്പുരാൻ കണക്ക് ചോദിക്കും. ഗുജറാത്തിൽ നിന്നാണ് വന്നത്, ഗുജറാത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, വേദനയോടെ പറയുന്നത്. ആമേ. രാത്രി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പകൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രശ്നമാണ്. ഹല്ലേലൂയ. ശബ്ദം ഉണ്ടാക്കിയാൽ, അതിഥികൾ വന്നാൽ, വിശ്വാസികൾ വന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. ഹല്ലേലൂയ. വീട് കാലിയാക്കും. അനുഭവങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പം ഈ ദിവസങ്ങളിൽ 3 മാസമായി ഞങ്ങൾ ആ വീട് മാറിയിട്ട് ഇപ്പോൾ ഒരു സിന്ധികളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ ആ അങ്കിളിൻ്റെ തന്നെ വീടിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഞങ്ങൾ ആരാധനയായിട്ട് നടത്തുന്നത്. ഇപ്പോൾ 3 മാസം ഞങ്ങൾ മാറിയിട്ട് ആ വീടൊന്ന് റെനോവേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്തിട്ട് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ആ അങ്കിള് ഒത്തിരി ആൾക്കാർക്ക് വീട് കൊടുത്തു, സുവിശേഷകർക്ക് കൊടുത്തു. വന്നവരെല്ലാം അതുപോലെ കെട്ടി പാക്ക് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് കുറേ ഹിന്ദുക്കളും കുറേ അന്യജാതിക്കാരും കുറേ ക്രിസ്ത്യാനികളും ആർസിക്കാരും മെത്തഡിസ്റ്റുകാരും CNA-ക്കാരും ഒക്കെ വന്നു. എല്ലാവരും വന്നിട്ട് പോവും, ആരും വീടെടുക്കുന്നില്ല. ഇപ്പം 2 മാസമായിട്ട് അങ്കിളും ആൻറ്റി എൻ്റെ പുറകെ നടക്കുക. മോൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ബിജു പാസ്റ്ററിനല്ലാതെ ആർക്കും കൊടുക്കരുത്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് വീണ സ്ഥലം, ദൈവദാസൻ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച വീടാ. ദൈവദാസനറിയാം. ഹല്ലേലൂയ. ഇപ്പോഴും അവിടെ വരുന്നതിന് മുമ്പ് തലേ ദിവസം എന്നെ അങ്കിൾ കൊണ്ടുപോയ വീടെല്ലാം ഒന്ന് കാണിച്ച്, പാസ്റ്റർ വന്ന് തരുവാൻ പോവാ. ഞാൻ പറഞ്ഞു, ഞാൻ മാസങ്ങളായി വർഷങ്ങളായി ഒരു പ്രയർ ടവറിന് ഞാൻ താമസിക്കാൻ ഇപ്പം ഞാൻ വരത്തില്ല, എനിക്കൊരു പ്രയർ ടവർ ഉണ്ട്, 2 നില കെട്ടിടമാ, എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ചിലരെ ദൈവം കൊണ്ടുവരും. ബറോഡയ്ക്ക് വേണ്ടി കരയുവാൻ, ഗുജറാത്തിലെ 7.5 കോടി ജനങ്ങൾക്ക് വേണ്ടി കരയുവാൻ, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും 8 യൂണിയൻ ടെറിട്ടറീസിനും വേണ്ടി 145 കോടി ജനങ്ങൾക്ക് വേണ്ടി, കേരളം ഉൾപ്പെടെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെ UP-യിലെ 75 ജില്ല ഉൾപ്പെടെ കരയാനൊരു ഇടം വേണം. ബാഹരീയമായ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു മുറി വേണം. വാടക 13, 14, 15 ഒക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്കിളേ, എൻ്റെ കയ്യിൽ അവര് ഭാരം, അവർക്ക് ഉറക്കമില്ല, ബിജു പാസ്റ്റർ എങ്ങനെ ഈ വാടക തരും? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് പ്രാർത്ഥനാ മുറി വേണോ. ഇങ്ങോട്ട് വന്നപ്പം തലേ ദിവസം അങ്കിളിനെ എൻ്റെ മോനെ കൊണ്ടുപോയി അഭിഷേകം കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ചാവി തരട്ടെ? ഞാൻ പറഞ്ഞു, ചാവി തരണ്ട. ഞാൻ കേരളത്തിൽ പോവാ, ചാവി അങ്ങ് തന്നേക്കട്ടെ. പാസ്റ്റർ എപ്പോഴാന്ന് വെച്ചാൽ അടുത്ത മാസം. ഞാൻ പറഞ്ഞു, ഫാമിലിയായിട്ടൊന്നും ഇപ്പം വരത്തില്ല, ഞങ്ങളിപ്പോൾ അവിടെ താമസിക്കും, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ 2 പേരും വരും. ഞാൻ വന്നും പ്രാർത്ഥിക്കും. രാവിലെ വന്ന് ശുശ്രൂഷയില്ലാത്ത സമയത്തെല്ലാം എനിക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെന്നാൽ ഉടനെ ചിലപ്പം വീട്ടിൽ ചാവി താക്കോല് കൊടുത്ത് കാണും, ഇല്ലെങ്കിൽ ഞാൻ ചെന്നാൽ ഉടനെ ആ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുക. ഒറ്റ ലക്ഷ്യം, കുറുകാൻ, കരയാൻ, ഇടിവിൽ നിൽക്കാൻ, വില കൊടുക്കാൻ തയ്യാറാണോ? അങ്ങ് തുറന്നു പറഞ്ഞു. എനിക്കാകെ എല്ലാ വിശ്വാസികളും കൂടെ സ്വത്രാഴ്ച ദശാംശം തന്നാൽ 10,000 രൂപ പോലും കിട്ടത്തില്ല. ഞങ്ങളുടെ ചർച്ചിൻ്റെ വാടക 8,000, വീടിൻ്റെ വാടക 20,000, ലൈറ്റ് ബില്ല്, ഗ്യാസ് ബില്ല് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര? അതിൻ്റെ കൂടി ഇപ്പം 15,000 കൂടെ എക്സ്ട്രാ വന്നിരിക്കുക പ്രയർ ടവറിന് വേണ്ടി. എനിക്കറിയത്തില്ല ആര് കൊടുക്കും, എങ്ങനെ കൊടുക്കും. ആങ്കിളും ആൻറ്റി, എൻ്റെ പാസ്റ്ററുകൾ, എൻ്റെ പാസ്റ്ററിനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് പ്രയാസം, എങ്ങനെ പാസ്റ്റർ തരും ഇതുകൂടെ? ഞാൻ പറഞ്ഞു, യഹോവ ഈരേ. ഞാൻ പറഞ്ഞു, അങ്കിളെ, കോവിഡിൻ്റെ കാലത്ത് 1 രൂപ പോലും അങ്കിള് കുറച്ചില്ലല്ലോ. അവർ UK-യിലായിരുന്നു, BOB-യുടെ, ബാങ്ക് ഓഫ് ബറോഡയുടെ
അക്കൗണ്ട് നമ്പർ നമ്മൾ പാസ്റ്റർ എല്ലാ മാസവും അയക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. ആ കോവിഡിന്റെ കാലത്തും ഒരു മാസം പോലും മുടക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. നീതിമാൻ എങ്ങനെ ജീവിക്കും? യഹോവ എൻ്റെ കരഞ്ഞു നടക്കണോ? ആമേൻ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കർത്താവ് ഇപ്പോൾ വന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഇതറിയാമോ? കാറില്ല, വീടില്ല, സ്വത്തില്ല, ഭൂമിയില്ല, കാലടി വെക്കാൻ ഇടവില്ല, സുഖമായിട്ട് പറന്നു പോകല്ല. പോകുന്ന സമയത്ത് ലോത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നോക്കണ്ടല്ലോ. അതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ടല്ലോ. അതൊക്കെ ഉണ്ട് സ്വർഗരാജ്യത്തിൽ. എന്താണെന്നറിയാമോ? മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയുള്ള ഗ്രാമങ്ങളിൽ എൻ്റെ വിയർപ്പിൻ്റെ എനിക്ക് കിട്ടിയതിൻ്റെ അധ്വാന ഫലം അവിടെ കിടപ്പുണ്ട്. അനേകരെ വെള്ളത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. അതങ്ങേ കരയിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയും. പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ജീവിക്കണം. ഈ തലമുറയിലെ അബ്രഹാമുമാരായി മാറണം. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അതിരാവിലെ ഇരുട്ടോടെ എവിടെ നിന്നാ എഴുന്നേറ്റെന്നറിയാമോ? 12 ശക്തരായ ശിഷ്യന്മാരുള്ളവരുടെ ഇടയിൽ നിന്ന് യേശു. 2 പിള്ളേരാണോ അതിന് കുഴപ്പം? ഭർത്താവാണോ കുഴപ്പം? ഭാര്യയാണോ കുഴപ്പം? വീടാണോ കുഴപ്പം? പട്ടിയാണോ പൂച്ചയാണോ കുഴപ്പം? എണ്ണിക്കുന്നതിന് കുഴപ്പം? ശരീരമാണോ കുഴപ്പം? ദൈവം സൗഖ്യം തരും, ആരോഗ്യം തരും. എഴുന്നേക്കണം. യേശു എഴുന്നേറ്റു. ആ 12 പേരുടെ ഇടയിൽ നിന്ന് യേശു എഴുന്നേറ്റു, പുറപ്പെട്ടു. അപ്പോൾ നിങ്ങൾ പറയാം അത് ഓപ്പൺ ഏരിയ ആയിരുന്നല്ലോ, അതൊന്നും കുഴപ്പമില്ലെന്ന്. അതിനെ ഞാൻ ഇപ്പം വീട്ടിലെ കാര്യം പറഞ്ഞത്. ഹല്ലേലൂയ. പുറപ്പെട്ടു. പുറപ്പെടാൻ തയ്യാറാണോ? പുറപ്പെടാൻ തയ്യാറാണോ? എന്തിനു വേണ്ടി പുറപ്പെടണം? നമ്മളിപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും മലയുടെ മുകളിലൊന്നും പോകണ്ട. വിഴിഞ്ഞത്തോ കോവളത്തോ ഒന്നും പോകണ്ട. അത് മലയൊന്നും അല്ല, എന്നാലും കടലിൻ്റെ അടുത്താണെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പേരറിയാവുന്ന പേര് പറഞ്ഞതേ ഉള്ളൂ. കോവളത്തോ വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ അവിടെയോ ഇവിടെയോ ഒന്നും ഉളം പറയലൊന്നും പോകണ്ട. നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു മുറിക്കകത്ത് ഒരു മൂലയ്ക്ക് ആ കോർണറിലോട്ട് ചെന്നേ. ഇതാണ് കോർണറെങ്കിൽ ഒത്തിരി ദൂരം ഉണ്ടല്ലേ. ഇതൊരു കോർണറായിട്ടങ്ങ് സങ്കല്പിച്ചു. കോർണറല്ല, ഇത് മിഡിൽ ഭാഗമാണ്. അങ്ങോട്ട് ചെന്ന് ഇതാണ് ഫ്രണ്ട് ഭാഗം. അങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ല, പ്ലെയിൻ ഇതൊക്കെ ഉണ്ട്, വാക്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, ഇതാണൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും കാണാനില്ല, ഭിത്തി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ആ മൂലയ്ക്കിരുന്നു കൊണ്ട് ദേശത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ മണിക്കൂറുകൾ ഇരിക്കാൻ കഴിയുമോ? എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നറിയാമോ? അവിടെ നിന്നുള്ള ആൾക്കാരെ കണ്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇരിക്കാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ബി എ മാൻ ഓഫ് പ്രയർ, ബി എ വുമൺ ഓഫ് പ്രയർ. യേശു എഴുന്നേറ്റു, പുറപ്പെട്ടു. നിർജ്ജനം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് ആളുണ്ടെങ്കിലേ പ്രാർത്ഥിക്കത്തുള്ളൂ അല്ലേ? 10 പേരും പാട്ടും വെള്ളവും കയ്യടിയും കസേരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് AC-യും PC-യും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന വരത്തുള്ളൂ. ഒരു ദിവസം കറണ്ടില്ല വന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്തുവായിരുന്നു? ഹല്ലേലൂയ. യേശുവിന് അതൊന്നൊരു പ്രശ്നമല്ല. അവൻ നിർജ്ജന സ്ഥലത്തേക്ക് ചെന്ന്, ഒരു ജനവും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല, അവിടേക്ക് ചെന്ന് അവിടെ ചെല്ലുക എന്നുള്ള വിഷയമല്ല. ചിലരുണ്ട് വളരെ കഷ്ടപ്പെട്ട് പായും തലയണയെല്ലാം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടങ്ങ് പോവും. അവിടെ ചെല്ലും, എങ്ങനെങ്കിലും അവിടെ വരെ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മാത്രമേ വീണ്ടും അവിടെ ചെന്നാലും 2 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉറക്കം കെട്ടുപൊട്ടിയിട്ടില്ല. പ്രാർത്ഥനാ സ്ഥലത്ത് എന്ന് ഉറങ്ങുന്ന വില്ലന്മാരുണ്ട്. ഇന്ന് രാത്രി മടങ്ങി വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ വേറിട്ട് കൊണ്ടുപോകുന്നത്. അടുത്തൊരു വാക്ക് ഞാൻ പറയാം ലൂക്കോസിൽ നിന്ന്. ലൂക്കോസ് 5:16, 6:12 എടുത്ത് വെച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പുറപ്പെട്ട് വാങ്ങിപ്പോയി. സാധാരണ ഞങ്ങളൊക്കെ സമുദായത്തിലായിരിക്കുമ്പോൾ വാങ്ങിപ്പോന്ന് പറഞ്ഞാൽ മരിച്ചവരെ കുറിച്ചാണ് പറയുന്നില്ലേ? തിരുമേനി വാങ്ങിപ്പോയി അല്ലെങ്കിൽ കാലം ചെയ്തു എന്ന് പറയും. വാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. സ്വമേധയെ ഒന്ന് ഒഴിഞ്ഞു മാറാൻ തയ്യാറാണോ? പബ്ലിക്കിൽ നിന്ന്, കൂട്ടത്തിൽ നിന്ന് ഒറ്റയ്ക്കൊന്ന് മാറാൻ കർത്താവ് അത് ആഗ്രഹിക്കുകയാണ്. അവനോ ഒന്നൂടെ മതി നിർജ്ജന സ്ഥലത്ത് വാങ്ങിപ്പോയി. തന്നെത്താനൊന്ന് ഒഴിഞ്ഞു മാറാമോ? കർത്താവെ എനിക്കൊന്ന് മാറി പ്രാർത്ഥിക്കണം. എനിക്കിപ്പോൾ ആൾക്കൂട്ടമൊക്കെ കാണുന്നത് ഭയങ്കര അലർജിയാണ്, ഇഷ്ടക്കേടാ. എനിക്ക് പ്രാർത്ഥിക്കാൻ ആൾക്കാരോട് സംസാരിക്കും. ഞാനിപ്പം പണ്ടൊക്കെ ഒത്തിരി വാചാലനായിരുന്നു ഞാനും. അയ്യോ എത്ര കൂട്ടുകാരുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ മുതൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സായിരുന്നു. ഇപ്പോൾ എനിക്കൊരു കാര്യമുള്ളൂ. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാവരോടും സഹകരണം, എല്ലാവരോടും സ്നേഹമാണ്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി.
വാട്ട് എ ഫ്രണ്ട് വി പാടിയേ. What a privilege to carry everything to God in prayer. Oh, what peace. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Amen. പിന്നെ പാടിയാൽ മതി. നല്ല താങ്ക് യു മോനെ. ഹല്ലേലൂയ. Everything to God in prayer because we do not carry. നമ്മൾ ചുമക്കാതെ എല്ലാം കൊണ്ടുവന്ന് വെക്കാൻ ഒരു ചുമട് താങ്ങി എല്ലാം ചെന്ന് ഇന്നത്തെ ഈ 2025 ഏത് വിശ്വാസിയോട് എല്ലാം തുറന്നു പറയാൻ പറ്റും? ഞാൻ തെറ്റാ പറഞ്ഞെങ്കിൽ ഞാൻ തിരിച്ചെടുത്ത് എന്നോട് ക്ഷമിക്കണേ. ഏത് പാസ്റ്ററിനോടെല്ലാം തുറന്നു പറയാൻ പറ്റും? ഏത് പ്രവാചകനോടെല്ലാം തുറന്നു പറയാൻ പറ്റും? ഞാൻ പഠിച്ചു, ഒരു മനുഷ്യനോടും പറയാൻ പറ്റത്തില്ല. എവരിത്തിങ് ടു ഗോഡ് ഇൻ പ്രയർ. എല്ലാം പറയാൻ, എല്ലാ നൊമ്പരങ്ങളും, എല്ലാ വേദനകളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ഒറ്റപ്പെടലും, എല്ലാ രോഗങ്ങളും, എല്ലാ വേദനകളും പറയുവാൻ എന്തു നല്ലോർ സഖി പാപം വഹിക്കും. എല്ലാം യേശുവോടു ചേർന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഒന്ന് ചേർന്ന് പാടാം. എല്ലാവരും ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാട്ടെ, യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞാട്ടെ. ഞങ്ങളെ അല്ല നോക്കേണ്ടത്, എന്റെ യേശു. നോമ്പരമേ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടായിക നിമിത്തം കഷ്ടം ശോധനകളോ ദുഃഖങ്ങളോ ലേശവുമാധൈര്യം വേണ്ട ദുഃഖം സർവം വഹിക്കൂ മിത്രം മാറ്റാറുണ്ട്. ഓ ക്ഷീണമെല്ലാം യേശുവോടു ചൊല്ലിടാം. അപ്പാ അസംഖ്യ രക്ഷകനല്ലോ സങ്കേതം യേശുവോടറിയിക്കാം. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ പോയി യേശുവോടല്ല ഉള്ളം കൈലിശ
ജീവൻ കാത്തു ആശ്വാസമെല്ലാം ആമേൻ. ആമേൻ. താങ്ക് യു, താങ്ക് യു. ഇങ്ങനെ യേശുവിൻ്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒറ്റ പ്രയാസമുള്ളൂ, കർത്താവ് ഇപ്പം ആരും വരല്ലേ ഇങ്ങോട്ട്. കാരണം മൂക്കിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക, കണ്ണിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക, ചങ്ക് കലങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കഷ്ടവും സങ്കടവും പറഞ്ഞിട്ടല്ല, ആ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ, യേശുവിനെ ഓർക്കുമ്പോൾ, ആ പങ്കപ്പാടുകൾ ഓർക്കുമ്പോൾ എൻ്റെ കടവും എൻ്റെ ദുഃഖവും എൻ്റെ തലവേദനയും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയും എല്ലാം ഞാൻ ഇറക്കി വെക്കുകയാണ്. ആ കണ്ണുനീര് കാണാ, ആ കണ്ണുനീരെല്ലാം ഒപ്പിയെടുത്ത് തുരുത്തിയിൽ വെക്കുന്ന ഒരു നാഥൻ നിനക്കായിട്ടുണ്ട്. ദൈവജനം മടങ്ങി വരട്ടെ. ആളാം പ്രതി നമ്മൾ സ്ട്രോങ് ആയാൽ, ഈ പറയുന്ന ദൂതുകൾ വലിയ തലത്തോട്ടുള്ള പ്രവചനമൊന്നും അല്ല ഈ പറയുന്നത്, പക്ഷേ എനിക്കറിയാം ഈ സഭ വളർത്തപ്പെടാൻ, ഞാൻ ഹൃദയംഗമായി അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈച്ച് ആൻഡ് എവരി മെമ്പർ ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുന്നവരായി, ശുശ്രൂഷിക്കുന്ന ഞങ്ങളെ ഓർത്ത്, കൂട്ടുവിശ്വാസികളെ ഓർത്ത്, നമ്മുടെയൊക്കെ എത്ര പൈസ ഹോസ്പിറ്റലുകളിൽ അനേക ഇടങ്ങളിൽ കെട്ടിക്കിടക്കുന്നു, നഷ്ടപ്പെട്ടു പോയി, അനേക രോഗശയ്യയിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓ, നിനക്ക് കരയാൻ കഴിയുമോ ദൈവപൈതലേ? ഇടിവിൽ നിൽക്കാൻ കഴിയുമോ? ദൈവം കൊണ്ടുവരും ആത്മാക്കളെ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാലത്ത് യു പിക്ക് വേണ്ടി ഒത്തിരി, എനിക്ക് യു പി ഒന്നും അറിയത്തില്ല, ഉത്തർപ്രദേശ് ഏറ്റവും വലിയ ഞങ്ങളുടെ നാട്ടുകാരനായ ഗുജറാത്തുകാരനായ ബറോഡയിൽ ജയിച്ചു പോയ മോദി ഗുജറാത്ത് എന്തിനാ വിട്ടെന്ന് ഞാൻ ചിന്തിച്ചു. വാരണാസി തെരഞ്ഞെടുത്തത് എന്തിനാ? രണ്ടിടത്തും ജയിച്ചത് ലക്ഷോപലക്ഷം 5 ലക്ഷം വോട്ടിന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പുള്ളിക്ക് തലയ്ക്കകത്ത് ആളുണ്ട്. ഇന്ത്യ ഭരിക്കണമെങ്കിൽ യു പി നേടണമെന്ന്. എന്താ കാര്യം? നമ്മൾ ഈ 3.5 കോടി ജനത്തിൻ്റെ ഇടയിലാണ് കടന്ന് സർക്കസ് കാണിക്കുന്നത്. അവിടെ എത്ര ഉണ്ട്? 27 കോടിയിലധികം ജനം, 9 മടങ്ങ്. ഇവിടെ എത്ര ജില്ലയുണ്ട്? അവിടെ എത്ര ഉണ്ട്? 75. ഇവിടെ എത്ര ലോക്സഭാ സീറ്റുണ്ട്? 20. അവിടെ 80. യു പിക്ക് വേണ്ടി കരയാൻ തുടങ്ങിയാൽ, യു പിക്ക് വേണ്ടി കരയാൻ തുടങ്ങിയപ്പോൾ അയോധ്യയിലും യു പിയിലെ പല ഗരീബികളുടെ മധ്യത്തിൽ, പല ആദിവാസികളുടെ മധ്യത്തിൽ, ഉത്തർപ്രദേശുകാരായ ആ യു പിക്ക് വേണ്ടി ബറോഡ ഇരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ അനേക ഇടങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്കിടയാക്കി. അതല്ല കാര്യം. ഞാൻ ബറോഡ ഇരുന്ന് യു പിക്ക് വേണ്ടി കരഞ്ഞപ്പം ബറോഡയിലുള്ള യു പിക്കാരെ എൻ്റെ ആലയത്തിൽ ദൈവം കൊണ്ടുവന്നു. എൻ്റെ സഭയിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറും കറിയും, എൻ്റെ വൈഫ് രാവിലെ 5 മണിക്ക് എണീറ്റ് വിശ്വാസി കൊണ്ടാക്കുമ്പോൾ ചപ്പാത്തിയും ഒരു സ്പെഷ്യൽ കറിയും എൻ്റെ സഭയിൽ ഒരു മലയാളിയും കൊണ്ടുവരത്തില്ല, ഒരു ഗുജറാത്തിയും കൊണ്ടുവരത്തില്ല, ഒരു മധ്യപ്രദേശുകാരും കൊണ്ടുവരത്തില്ല. യു പിയിലെ സാധുക്കളായ വിശ്വാസികൾ, പാസ്റ്ററെ സിസ്റ്ററെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കുമായി അവർ വരിക മാത്രമല്ല, ആഹാരം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരും. നിന്റെ കരച്ചിൽ വെറുതെ ആവത്തില്ല കേട്ടോ. അനവധി യു പിക്കാരും എൻ്റെ കൂട്ടായ്മയിലുണ്ട്, സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ. ഒന്നും വൃതാവല്ല കേട്ടോ. അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. കേരളമല്ല ഇന്ത്യ. ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. കേരളത്തിൻ്റെ ഒരു മൂല മാത്രം, ഒരു ബനാന പോലുള്ള, ഒരു ഏത്തക്ക പോലുള്ള, ഒരു ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു കോർണർ മാത്രമാണ് കേരളം. ഇന്ത്യയെ കണ്ടെത്തണമെങ്കിൽ the soul of India is in villages. I challenge you brothers and sisters. ഇന്ത്യയെ കണ്ടെത്തണം. മഹാത്മാഗാന്ധി, നെഹ്റു പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യയുടെ ആത്മാവിനെ കാണണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ഠക്ഷോഭം ചെയ്തിട്ട് കാര്യമില്ല, പോകണം. ഇന്നലെ പകൽ കേട്ടല്ലോ, ആരെ ഞാൻ അയക്കേണ്ടു. ഇവിടെ എല്ലാം റെഡിമെയ്ഡ് അല്ലയോ? ഇവിടെ എല്ലാം കിട്ടുമല്ലോ. തയ്യാറായിട്ടുള്ള പ്ലാറ്റ്ഫോം, തയ്യാറായിട്ടുള്ള മൈക്ക്, തയ്യാറായിട്ടുള്ള
ഞങ്ങൾ വരുന്നതിന് മുമ്പേ ദൈവദാസന്മാർ ഇവിടെ വന്ന് പാട്ടും എല്ലാം സെറ്റപ്പാക്കി. അവിടെ ഞാനും എൻ്റെ മോനും ചെന്ന് വേണം രാവിലെ എല്ലാ കാര്യവും ചെയ്യുക. തൂക്കണം, തുടയ്ക്കണം, പിരിക്കണം, അത് കഴിഞ്ഞിട്ട് കഴിപ്പിക്കണം, ചിലവാക്കണം, പാട കൊടുക്കണം, ഇതെല്ലാം ദൈവദാസൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൃത്തിയാക്കി. വിശ്വാസികൾ വീട്ടിൽ ചെന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. കാരണം തൂത്ത് വൃത്തിയാക്കി അവസാനം ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ മക്കാമാലിക്ക് വീട്ടു ഉടമസ്ഥൻ വന്ന് നോക്കും. ബാത്റൂം, ടോയ്ലറ്റ്, അടുക്കള, ഹോള് എങ്ങനെയുണ്ട്. എന്തെങ്കിലും കുറവ് വന്നാൽ എന്നെ വിളിച്ച് പറയും, പാസ്റ്ററെ അങ്ങനെ. അപ്പം ഞങ്ങൾക്ക് വിട്ടിട്ട് പോകാൻ പറ്റുമോ? വില കൊടുത്ത ദൈവമക്കളെ വടക്കേണ്ടിയ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ടും ആൾക്കാർ വരാൻ ബുദ്ധിമുട്ട്. ഞാൻ മടങ്ങി വരട്ടെ. ആമേൻ. അവനോ നിർദ്ദേശ സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. 6:12 ലൂക്കോസ് 6:12. കർത്താവ് ഒരു മലയിൽ ചെന്നിട്ട്, ഇവിടെ ഇപ്പം ശിഷ്യന്മാരൊന്നുമില്ല, തന്നെ താൻ പോയിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. He spent all night. And it came to pass in those days that he went out into a mountain. ഇന്ന് ആൾക്കാർ സിംലയിലും കാശ്മീരിലും പോകും. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കേരളത്തിൽ എത്രയോ നല്ല സ്ഥലം ഉണ്ടായിരുന്നല്ലേ. ആ നേവി ഉദ്യോഗസ്ഥനെ ഒരാഴ്ച കഴിഞ്ഞപ്പം കാശ്മീർ കാണാൻ പോയതല്ലേ. ഞാൻ ആരുടെയും കുറ്റം പറയുമല്ലോ. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഒറ്റയ്ക്കാ. ദാമ്പത്യ ജീവിതം ഒരാഴ്ച കൊണ്ട് തീർന്നില്ലേ. യേശു കുന്നിൻ്റെ മുകളിൽ പോയതിനറിയാം, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. പ്രിയമുള്ളവരെ, ദൈവം തന്ന ദാനത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കും. ആൻഡ് കണ്ടിന്യൂഡ് ഓൾ നൈറ്റ് ഇൻ പ്രയർ ടു ഗോഡ്. എല്ലാം പറയണമെന്ന് ഇപ്പോൾ പാട്ട് പാടി നമ്മൾ. ഇനിയും രാത്രി മുഴുവനും ചിലവഴിക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുറ്റപ്പെടുത്തുവോ അറിയാനുള്ള ആഗ്രഹം കൊണ്ടും നിങ്ങളെ വിലയിരുത്താനുമല്ല, അതെല്ലാം ഞാനിങ്ങ് ഏറ്റെടുക്കുന്നത്. ക്ഷമിക്കണമേ എന്ന് 2 കൈയും കൂടെ ചേർത്ത് ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പറയാ, ജീവിതത്തിൽ ഇതുവരെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ. ഒറ്റയ്ക്കോ സഭയായിട്ടിരിക്കുമ്പോഴോ? രാത്രി മുഴുവൻ. നമ്മളാണ് ശിഷ്യന്മാർ, നമ്മളാണ് വിശ്വാസികൾ, നമുക്കാണ് അനുഗ്രഹം വേണ്ടുന്നത്. ഒരു മണിക്കൂർ വേറിട്ടിരിക്കാൻ പറ്റും. ഇപ്പം 3 മണിക്ക് അറിയാം, 3 മണിക്ക് അറിയാം. ഞാനിപ്പം നിർത്താൻ പോവുക. ഇത് വചനം ഒന്നും ആയിട്ടില്ല. എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് രാത്രി മുഴുവൻ പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെ അനുഭവം പഠിപ്പിച്ചു. പ്രസംഗമല്ല ഇത്. നിങ്ങളും അതുപോലൊക്കെ ആയിത്തീരാൻ, എന്നേക്കാൾ ശക്തരായി തീരാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ വേൾഡ് വൈഡായിട്ട് പ്രാർത്ഥനാ വീരന്മാരുടെ അനുഭവങ്ങളിൽ നിന്നും ബൈബിളിലെ ഓരോന്നോരോന്ന് ഇങ്ങനെ അവിടെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു മൂലയ്ക്കെങ്കിലും ആയിത്തീരാമെന്ന് വിചാരിക്കുക. ഇനി ബൈബിളിലെ ഒരുപക്ഷെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിലെ ബൈബിളിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എവിടെയാണെന്നറിയാം? ഒരാൾ ഒറ്റയ്ക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് പ്രയർ ഓഫ് ആൻ ഇൻഡിവിഡ്വൽ. ആരാ പ്രാർത്ഥിച്ചത്? ആരാ പറഞ്ഞേ? കർത്താവ്. എവിടെ എഴുതിയിരിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം. ഞാൻ കുറച്ചുകൂടെ, അപ്പം ലൂക്കോസ് പോയി, ഇപ്പം യോഹന്നാൻ വന്നു, ഇനി അപ്പോസ്തലന്മാർ വരും. കറക്റ്റ്, താങ്ക് യു. യോഹന്നാൻ 17, ദ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ്. യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, 1-ാം അധ്യായം മുതൽ 26-ാം വാക്യം വരെ. അതിനെ ഞാൻ 3 ഡിവൈഡ് ചെയ്ത് പറയട്ടെ. യേശുവിൻ്റെ പ്രാർത്ഥന പറയാൻ പോലും സമയമില്ല, തീരുവ സമയം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ശലോമോൻ്റെ പ്രാർത്ഥനയൊക്കെ ദേവാലയ പ്രതിഷ്ഠയിലുണ്ട്, പക്ഷെ അത് ജനങ്ങളോടൊപ്പം ചേർന്ന. പക്ഷേ ഒറ്റയ്ക്കുള്ള ലോങ്ങസ്റ്റ് പ്രയർ യേശുവിൻ്റെയാണ്. 17-ാം അധ്യായം 1 മുതൽ 5 വരെ താനും പിതാവുമായിട്ട് യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ചാപ്റ്റർ 17 ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. അതിനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയെ, യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന 1 മുതൽ 5 വരെ അപ്പനും മോനും തമ്മിലുള്ള ആത്മീയ പ്രാർത്ഥനാ ബന്ധം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് 6 മുതൽ 19 വരെ യോഹന്നാൻ 17-ാം അധ്യായം 6 മുതൽ 19 വരെ യേശു തന്നെ അനുഗമിച്ച, തന്നെ പിന്തുടർന്ന ശിഷ്യന്മാർക്ക് വേണ്ടി, തൻ്റെ കൂടെയുള്ള ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്തിനാ ഇത് പറയുന്നത് മനസ്സിലായോ? മൂന്നാമത് 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ എടുത്താൽ അവിടെ ഇങ്ങനെ നല്ലതായി
ഇവർക്ക് വേണ്ടി മാത്രമല്ല. ആദ്യം യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു. സെക്കൻഡ് പാർട്ടിൽ യേശു വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വസിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൂന്നാം പാർട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല പിതാവേ, ഇവരുടെ ഇവർ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ഉണ്ടോ, ഇവരുടെ വചനത്താൽ എന്നിൽ വരും കാലങ്ങൾ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി. ഇതെന്തൊരു പ്രാർത്ഥനയാണ്! താനും പിതാവുമായിട്ട്, താൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. ആ രണ്ടാം ഭാഗത്ത് വരുമ്പോൾ നമ്മളുടെ കൂടെ ഇവിടെ എത്ര വിശ്വാസികളുണ്ട് ദേവാസനെ? മെമ്പേഴ്സ് പറയാമോ, അല്ലെങ്കിൽ കുടുംബം പറയാമോ? 70 മെമ്പേഴ്സ് ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് കണക്കൊന്നും വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ഒരു വിശ്വാസി, ഒരു ദൈവദാസൻ ഈ PMG ഇംഗ്ലീഷ് ചർച്ചിൻ്റെ ഈ ആരാധനാ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവാത്മാവിൽ വേദനയോടെ പറയട്ടെ, ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ ഈ സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മിനിമം ഒരു കുടുംബത്തിന് വേണ്ടി 1 മിനിറ്റ് എടുത്താൽ എത്ര സമയം എടുക്കും? 1 മിനിറ്റ്, 1 മണിക്കൂറും 10 മിനിറ്റ്. ഒരു കുടുംബത്തിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഉണ്ടെങ്കിൽ 1 മിനിറ്റ് ഒന്നും അല്ല. നമ്മളങ്ങനെ പറഞ്ഞു, കർത്താവേ ശിവപാസം കൊടുത്ത് അനുഗ്രഹിക്കണേ, കർത്താവേ റംസി പാസം കൊടുത്ത് അനുഗ്രഹം, തീർന്നു. ഈ പരിപാടിക്ക് ഇന്ന് നിർത്ത്. അവരെ ഒന്ന് കാണുക, അവരുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്ന് അറിഞ്ഞിട്ട് നീ അവർക്ക് വേണ്ടി അല്പനേരം 2, 3, 5 മിനിറ്റ് ഇടിവിൽ നിൽക്ക്. ഇത് ഉപദേശിമാർക്ക് മാത്രമുള്ള തൊഴിലല്ല. പ്രൈസ് ദി ലോർഡ്. ചില ദൈവദാസിമാർക്ക് മാത്രമുള്ളതല്ല. മിനിമം 1 മിനിറ്റ് എടുത്ത 1 മിനിറ്റ് കൊണ്ട് എന്തോ പ്രാർത്ഥിക്കാൻ ഒരു കുടുംബത്തിന് വേണ്ടി. അത് സാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ മോൻ്റെ വിവാഹം നടക്കാൻ ബാക്കിയാ, വിവാഹം കഴിഞ്ഞ കുടുംബമുണ്ട്, വിവാഹം ഉള്ള കുടുംബമുണ്ട്, സാറിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, മേഡത്തിന് വേണ്ടി, അമ്മ ആൻറ്റിക്ക് വേണ്ടി എത്ര സമയം എടുക്കും? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പേര് പറഞ്ഞത്. ഹല്ലേലൂയ. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും എടുക്കത്തില്ലയോ? അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. 70 × 5 ഇല്ലയോ? പോട്ടെ, ഓരോരുത്തർക്ക് വേണ്ടി ആവുമ്പോൾ 70 × 1 70 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കും നമ്മുടെ ഈ സഭയ്ക്ക്. പിന്നെ PMGയുടെ മൊത്തത്തിൽ പ്രാർത്ഥിക്കാം, മലയാളം ചർച്ചിന് താഴെ ഇല്ലയോ? പിന്നെ ഓൾ കേരളയിലുള്ള, ഓൾ ഇന്ത്യയിലുള്ള നമ്മുടെ ലീഡേഴ്സിന് വേണ്ടി, പിന്നെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത 5.5 ലക്ഷം ഗ്രാമങ്ങൾ, 28 സംസ്ഥാനങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയാം, തമിഴ്നാട്, കേരളം മുതൽ കാസർഗോഡ് കന്യാകുമാരി വരെയും കാശ്മീർ വരെ പ്രാർത്ഥിക്കാൻ അറിയാം. നാവിൽ വരും. ബുക്ക് തുറക്കണ്ട, ഡയറക്റ്റ് ബാഗിനകത്തുണ്ട് ഇന്ത്യയുടെ എല്ലാ ഡീറ്റെയിൽസും. പക്ഷെ ഇപ്പോൾ അറിയാം. എന്താ അറിയാമോ? രാത്രി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ബൈഹാർട്ടായി. ബീഹാറിൽ ഇപ്പം എന്നെ വിളിച്ചു, മേഘാലയയിൽ, മണിപ്പൂരിൽ, അരുണാചൽ പ്രദേശിൽ ബുക്ക് ചെയ്തിരിക്കുക. പാസ്റ്റർ വാ വാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ മിസോറാമിൽ മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മണിപ്പൂരുകാരെ ദൈവൻ്റെ കയ്യിൽ തന്നു. ഡോക്ടേഴ്സിനെ വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുക, വിളിച്ചിട്ടിരിക്കുക പോകാൻ. ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ അവിടെ ചെല്ലാൻ, പാസ്റ്റർ ഞങ്ങളോട് വന്ന് പ്രാർത്ഥിക്കണമെന്ന്. ബാപ്റ്റിസ്റ്റ് പാസ്റ്റർമാരും അവരുടെ കുടുംബങ്ങളും അവരുടെ ഡോക്ടർമാരായ പെൺമക്കളും ആ മക്കളും ബുക്ക് ചെയ്തിരിക്കുക. പാസ്റ്ററങ്ങളെ ഞങ്ങളവിടെ വരണം, പ്രാർത്ഥിക്കണം. എന്താണ്? മണിപ്പൂരിന് വേണ്ടി കരഞ്ഞതിൻ്റെ ഫലമാണ്. നീ കരഞ്ഞു നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്. അപ്പം ഈ 70 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം 70 മിനിറ്റ് വേണമെങ്കിൽ നമ്മൾ ഒരു ദിവസം മിനിമം ഒരു പ്രാവശ്യം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ 1 മണിക്കൂർ വേണ്ടി വരത്തില്ലയോ? ഒന്നിലധികമാവത്തില്ലയോ? നമ്മൾ എത്ര മിനിറ്റാണ് എടുക്കുന്നത്? അത്താഴമെല്ലാം കഴിഞ്ഞിട്ട് ഉറക്കം പകുതി പിടിച്ച് കഴിയുമ്പോൾ മൃഷ്ടാന ബോധനമെല്ലാം കഴിഞ്ഞ് നമ്മൾ കർത്താവേ ഞങ്ങളുടെ പാസ്റ്ററിനെ അനുഗ്രഹിക്കണ, പിശാച് സന്തോഷിക്കുക നിൻ്റെ ഉണക്ക പ്രാർത്ഥന കേട്ടിട്ട്. പിശാച് ലാലാല ഉറങ്ങിക്കോടാ മോനെ, ഉറങ്ങിക്കോടി മോളെ, ഞാൻ ബാക്കി കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ പരിപാടി ഒപ്പിച്ചു നടക്കുക. വീട്ടിൽ നിന്നോണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങളല്ലേ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഇന്ന് ഉപവാസവും പ്രാർത്ഥന. ഞാൻ ആദ്യം എനിക്ക് ഒത്തിരി സ്ട്രഗിളായിരുന്നു. ഇപ്പം ഇനി ഒരു 3 മണിക്കൂർ നിന്നാലും പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ റെഡിയായി, റോഡ് റെഡിയായി. പക്ഷെ സമയം പോയി. ഹല്ലേലൂയ, ആമേൻ. ഓക്കെ, ആ അന്ധകാരം ഇരുട്ട് മാറി. അവന് മനസ്സിലായി എന്തു വന്നാലും ഈ പുള്ളി ഇത് പറഞ്ഞിട്ട് നിർത്തത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന, ഗദസമന തോട്ടത്തിലെ പ്രാർത്ഥന, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, യേശുവിൻ്റെ പ്രാർത്ഥന.
ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി മറ്റേ 3 കാര്യങ്ങളൊന്ന് പറയാം. ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രാർത്ഥന നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫറൻസ് നോട്ട് ചെയ്യാം. ഇനിയും റെഫറൻസ് മാത്രം പറഞ്ഞ് നിർത്താൻ പോവുക. ഒന്നാം നൂറ്റാണ്ടിലെ ആദിമ സഭ യെരൂശലേം സഭയുടെ പ്രാർത്ഥന 1-ാം അധ്യായം 14-ാം വാക്യം. 170 പേര് ആത്മാവ് വന്നിട്ടില്ലായിരുന്നു, കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, കാത്തിരിക്കാൻ പറഞ്ഞു, അവർ അനുസരിച്ചു. 1 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അനുസരണമൊക്കെ നമുക്കറിയാമല്ലോ. 10 ദിവസം രാവും പകലും കുത്തിയിരിക്കുകയായിരുന്നു. വായിക്കണ്ട. 2-ാം അധ്യായം 3-ാം അധ്യായം 1-ാം വാക്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ സമയത്ത് ആലയത്തിൽ പോയി. 4-ാം അധ്യായം 24-ാം വാക്യം. 6-ാം അധ്യായം 4-ാം വാക്യം അത് വായിക്കണം. ഞാൻ ബാക്കി പറഞ്ഞിട്ട് വായിച്ചാൽ മതി. 9-ാം അധ്യായം 12-ാം വാക്യം സഭയെ പീഡിപ്പിച്ചവൻ അനന്യാസിനോട് ദൈവം പറഞ്ഞു, അവൻ പ്രാർത്ഥിക്കുന്നു. ആരാ? ശൗൽ എന്ന പൗലോസ്. യെരൂശലേമിൽ നിന്ന് തർസോസുകാരൻ യെരൂശലേമിൽ നിന്ന് ദമസ്കോസിൽ പോയി ഇല്ലാതാക്കാൻ പോയതാ. നിങ്ങൾ എത്ര പേര് സിറിയയ്ക്ക് വേണ്ടി ലബാനോന് വേണ്ടി പ്രാർത്ഥിക്കും? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതെല്ലാം ക്രിസ്തീയ രാഷ്ട്രമായിരുന്നു. UK പിടിച്ചുകൊണ്ടിരിക്കുക. ഫ്രാൻസ് മുസ്ലിം മുഹമ്മദീയ സമൂഹം കൈയടക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ മക്കളെ യൂറോപ്പിൽ പറഞ്ഞു വിടാൻ എളുപ്പമാണ്, കാനഡയിൽ പറഞ്ഞു വിടാൻ എളുപ്പമാണ്, അമേരിക്കയിൽ പറഞ്ഞു വിടാൻ എളുപ്പമാണ്, അതെ ജർമ്മനി പറഞ്ഞു വിടാൻ എളുപ്പമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്നത്തെ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഇറ്റലിയുടെയും സ്പെയിൻ്റെയും UK-യുടെയും ഒക്കെ കാലത്ത് അവസ്ഥ എന്താണെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആത്മാവിൽ മനസ്സിലാവും. അതിന് വിസ എടുത്തുനിന്ന് അവിടെ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിലാവും. കാനഡയുടെ അവസ്ഥ എന്താണെന്ന്. അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി 50 സ്റ്റേറ്റിന് വേണ്ടി കരയാൻ കഴിയുമോ? നമ്മുടെ എത്ര രക്തബന്ധങ്ങൾ അവിടെയുണ്ട്. പിശാച് അമ്മാനമാടുക. 10, 12, 13 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ ലോലെസ് ആൻഡ് ഫാമിലിലെസ് എല്ലാം 30, 35 വയസ്സും 38 വയസ്സായ എനിക്കറിയാവുന്ന ഒത്തിരി മലയാളി പെന്തക്കോസ് പെൺകുട്ടികൾ ഇപ്പോഴും അമേരിക്കയിലും കാനഡയിലുണ്ട്. കല്യാണം വേണ്ട. അമ്മമാർ കിടന്ന് കരയുക. ലിസ്റ്റാ പ്രാർത്ഥന വിഷയം. ജോലിയുണ്ട്, വീടുണ്ട്, കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും. കല്യാണം വേണ്ട. ഗുജറാത്തിൽ നിന്നൊക്കെ ഒത്തിരി എണ്ണം പോയിട്ടുണ്ട്. ന്യൂസിലാൻഡിലും കാനഡയിലും കല്യാണം കഴിച്ച് അവിടെ പോയി ഭർത്താവിന് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പേ വേണ്ട. ഒത്തിരി കേസസ്. വേദനയുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുമോ ദൈവമക്കളെ? ഭീതിയുടെ തലക്കിലൊക്കെയും ഇഞ്ചക്ഷൻ എടുത്ത് അമേരിക്കയിലെ പല സിറ്റികളിലും മൃഗങ്ങളെക്കാൾ ഹീനമായി കിടക്കുകയാണ്. നമ്മുടെ കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ ആയി തുടങ്ങി, എറണാകുളത്തുമൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ച്. ആര് പ്രാർത്ഥിക്കും? ഓക്കെ. 12:5 സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. 13-ാം അധ്യായം അത് ഉച്ച കഴിഞ്ഞ് ഞാൻ പറയാം. എങ്കിലും ഒറ്റ വാക്യം. അന്ത്യോക്യ സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പൗലോസിനെയും ബർന്നബാസിനെയും മിഷണറി വർക്കിന് വേണ്ടി പരിശുദ്ധാത്മാവ് വേർതിരിച്ചത്. പ്രാർത്ഥിച്ചും ഉപവസിച്ചും പോകുന്ന സഭ. പ്രൈസ് ദി ലോർഡ്. 6:4 വായിച്ചേ. വേറെ ഒന്നും വേണ്ട ദൈവമക്കളെ. ഞങ്ങളോ ബട്ട് വി വിൽ ഗീവ് അവർ സെൽഫ്. ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നു കണ്ടിന്യൂലി ടു പ്രേയർ ആൻഡ് ടു ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്. ആമേൻ പറയാൻ കഴിയുമോ? വചനം ആസ്വദിക്കുക. ദൈവസനിൽ ഇരുന്ന് വചനം ആസ്വദിക്കുക. വീട്ടിലിരുന്ന് വചനം എൻജോയ് ചെയ്യുക. ഒരു കമൻട്രിയുടെ ആവശ്യമില്ല. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിന്നെ എക്സ്ട്രാ നോളജ് വേണമെങ്കിൽ പിന്നെ ദൈവത്തിന് അറിവില്ലയോ? ആമേൻ ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ വിസ്ഡം. സദൃശവാക്യം വായിച്ചാൽ അറിയാം. ശലോമോന് ജ്ഞാനം കൊടുത്ത് ദൈവം നിനക്ക് തരത്തില്ലേ? പിന്നെ നിന്റെ ശരീരവും ബുദ്ധിയും ദുർബലമാണെങ്കിൽ കൂട്ടിക്കോ, കുഴപ്പമില്ല. പക്ഷേ ആമേൻ ദൈവസനിലിരുന്നാൽ ആമേൻ. ഞാൻ വാക്കുകൾ വിരാമം കുറിക്കട്ടെ. ഞങ്ങളോ PMG ഇംഗ്ലീഷ് ചർച്ച് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയട്ടെ. എങ്ങും എത്താതെ ഞാനിവിടെ നിർത്തുകയാ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് പറഞ്ഞു, ഞങ്ങളോ നമുക്ക് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാൻ. ഞങ്ങളിവിടെ ചെയ്യുന്ന നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് കൈ കൊടുത്ത് പറഞ്ഞേ, ഞങ്ങളോ ഉറ്റിരിക്കും. ദാസനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ പ്രാർത്ഥനയിലും. ബാക്കി തമ്പുരാൻ ചെയ്തോളും. അതുകൊണ്ട് ആരും പറഞ്ഞില്ലയോ? എല്ലാവരും പറഞ്ഞോ? അവിടെ ഒറ്റയ്ക്കിരിക്കുന്നു. ഞങ്ങളോ
വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. Praise the Lord. നമ്മളെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യും, നമ്മളെ അങ്ങ് ദൈവത്തിന് കൊടുക്ക് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും. ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു. ബാക്കിയൊക്കെ തമ്പുരാൻ പൂരിപ്പിച്ചോളും. ആമേൻ. എത്രയും പറഞ്ഞുള്ളൂ പൗലോസിൻ്റെ പ്രാർത്ഥന. ഇന്നിൻ്റെ പ്രാർത്ഥനയുടെ ആവശ്യകത ഞാൻ യെഹെസ്കേൽ എന്ന് പറഞ്ഞത് ഒത്തിരി കാര്യങ്ങളുടെ വാക്കുകൾ കൂടെ വിരാമം കുറിക്കുന്നു. ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രവചന ദൂതൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം. എൻ്റെ പ്രിയ സഹോദരങ്ങളായി, എൻ്റെ കൂടപ്പിറപ്പുകളായി ഞാൻ നിങ്ങളെ ആത്മാർത്ഥ പ്രസംഗിക്കുന്ന കൂലിക്ക് പ്രസംഗിക്കാൻ വന്ന പാസ്റ്ററല്ല. എന്നെ ഹൃദയംഗമായി ദൈവദാസനെ ഞാൻ ആഴമായി സ്നേഹിക്കുന്നുണ്ട്. ഈ ദൈവദാസന്മാരെ, ഈ ദൈവദാസിമാരെ, നിങ്ങളെല്ലാം എൻ്റെ പ്രാർത്ഥനയിലുള്ള പങ്കാളികളാ. അതുകൊണ്ടാ ഞാൻ വന്ന് നിങ്ങളോടൊപ്പം സൂക്ഷിക്കുന്നത്. ഇത് ഏതാണ്ട് ജോലി ചെയ്ത് തീർക്കുന്ന പരിപാടിയല്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓടിച്ചാടി ഇളക്കി മറിച്ച് ശുശ്രൂഷിക്കാമായിരുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പേടിയാണ്, ഉപവസിക്കുന്നവരെ പിശാചിന് പേടിയാണ്, ജീവിത വിശുദ്ധി കാക്കുന്നവരെ പേടിയാ. 1 മണിക്കൂറെങ്കിലും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. 3 മണിക്കൂർ പ്രാർത്ഥിക്കാത്തവൻ പുസ്തകവുമായിട്ടും വർഷിപ്പിനായിട്ടും ഒന്നും നിൽക്കരുത്. ഇത് കളിസ്ഥലമല്ല, ഇത് കളിസ്ഥലമല്ല. കളിസ്ഥലമാക്കിയാൽ പിശാച് നിന്നെ പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റും. അത് വരാതിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ശുശ്രൂഷ ചെയ്തതിന് ലൂസിഫർ ഏറ്റവും വലിയ വർഷിപ്പ് ലീഡർ ആയിരുന്നു. അവൻ്റെ നിഗളം കൊണ്ട് അവൻ വെട്ടേറ്റ് താഴെ വീണു. ഏറ്റവും നല്ല വർഷിപ്പ് അറിയാവുന്ന ആളാണ് ലൂസിഫർ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്നത്തെ ആരാധനകളിലെല്ലാം അവൻ്റെ ചിലതൊക്കെ ഇടയ്ക്ക് കയറി വരുന്നത്. അവനറിയാം തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. ആത്മാവിൽ വിവേചിക്കട്ടെ, ആത്മാവിൽ വിവേചിക്കട്ടെ. പ്രാർത്ഥിക്കുന്നതിന് എഴുന്നേറ്റുന്ന ഒരു പാട്ടിൻ്റെ 2 വരി പാടിയാൽ ജനഹൃദയങ്ങളിൽ പാപബോധമുണ്ടാകും. ഇന്നോട്ട് നമുക്ക് ചിന്തിക്കാം, യേശുവൻ ആത്മസഖി എന്ന് പാടുമ്പോൾ അത് ഹൃദയംഗമായി പറയണം. ദിവസം പാടിയ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. എന്താണെന്നറിയാമോ? അത് പാടിക്കൊണ്ട് നമുക്ക് നിർത്താം. ഒന്നാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. മറവിടമാ എനിക്കേശുവുണ്ട്, മറച്ചീ